ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് 4 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഇതുവരെ, അതായത് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ കളക്ഷൻസും ഇൻ കേസ് നമുക്ക് ഇനി ഫർദർ ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ആദ്യം റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് ഉണ്ട്, ആൾസോ കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റ് ഉണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് റാൻഡം എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് മോഡ്യൂളിന്റെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സിലബസ് പറയുന്ന കാര്യം ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നത് കംപ്ലീറ്റ് എന്തിനെ പറ്റിയാണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ പറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ് ദെയർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതൊക്കെയാണ്. പിന്നെ ഇവിടെ വരുന്ന ഒരു ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് മീൻ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ മീൻ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ദെൻ മീൻ ആൻഡ് വേരിയൻസ് എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ നമുക്കിവിടെ എന്താണ് വേരിയൻസ്, എങ്ങനെയാണ് ആ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് മോഡലിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആണ്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് എന്താണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെയും ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി എക്സ്പ്രഷൻ നമുക്കുണ്ടാകും, പി ഓഫ് എക്സ്. അതൊരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റിയാണ്. ആ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അത് ബൈനോമിയലിലെ ഒരു എക്സ്പ്രഷൻ ആണ്, അതുപോലെ പോയിസോണിലെ വേറൊരു എക്സ്പ്രഷൻ ആണ്. അതെന്താണെന്നും എങ്ങനെയാണ് അതിന്റെ പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. ഏത് ടൈപ്പ് പ്രോബ്ലത്തിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് പ്രോബ്ലത്തിലാണ് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് അതല്ല, ഏത് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം എന്ന് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെത്തേഡും നമുക്കുണ്ട്. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചു അതിന്റെ കാര്യം എന്താണെന്ന്. ഇവിടെ നമ്മൾ ഷോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അത് തന്നെയാണ് അതിന്റെ കാര്യം, ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അത് ഇമ്പോർട്ടന്റ്. അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ ചില സ്പെസിഫൈഡ് പോയിന്റ്സ്, അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത്. അവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പ്രോബബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പ്രോബബിലിറ്റി എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് കാര്യം? പിന്നെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് PMF ഓഫ് 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. രണ്ട് റാൻഡം വേരിയബിൾസ്, അതായത് നമുക്ക് ബൈനോമിയലും പോയിസണും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ എല്ലാം സിംഗിൾ റാൻഡം വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പി ഓഫ് എക്സ്, ഒരു വേരിയബിൾ മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഓഫ് ജോയിന്റ് PMF ഓഫ് 2 റാൻഡം വേരിയബിൾസ്, രണ്ട് റാൻഡം വേരിയബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഏരിയയാണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ തന്നെ സബ് ടോപ്പിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് മാർജിനൽ PMF, മാർജിനൽ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ തന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. 2 റാൻഡം വേരിയബിൾസ്, രണ്ട് റാൻഡം വേരിയബിൾ അനുസരിച്ച് വരുന്ന അത്തരത്തിലുള്ള പ്രോബബിലിറ്റി എക്സ്പ്രഷൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ മീൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിന്റെ മാർജിനൽ PMF, കുറെ നമ്മുടെ വേരിയബിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെല്ലാം ഓരോരോ വേരിയബിൾസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള വേരിയബിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ മോഡ്യൂളിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ്, അതുപോലെ തന്നെ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലാണ് വരുന്നത്, ഏതെല്ലാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും,
ബേസിക്കലി നമുക്ക് 5 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അതില് ബൈനോമിയലും പോയിസണുമാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? നമുക്കിവിടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതേ സാധനം തന്നെ നമ്മുടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് പഠിക്കേണ്ടി വരുന്നത്? ബാക്കി 3 ഡിസ്ട്രിബ്യൂഷൻസും നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അപ്പൊ അത്രയും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ 2 റാൻഡം വേരിയബിൾസിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇതിന്റെ ഡിസ്ക്രീറ്റ് വെർഷൻ ആണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നത്. അതിന്റെ തന്നെ കണ്ടിന്യൂസ് വെർഷൻ ആണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇരിക്കട്ടെ. നൗ നമുക്ക് ഇവിടെ വേണ്ടി വരുന്ന വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഫോർമുലാസ്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫോർമുലാസ്, ആ ഫോർമുലാസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മോഡ്യൂളിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഫുൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് വളരെ ഇമ്പോർട്ടന്റ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്ററിൽ തന്നെ എല്ലാ സൊല്യൂഷൻസും ആൻസേഴ്സും നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്തമാറ്റിക്സ്, അതായത് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് 4 എന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ, തേർഡ് മോഡ്യൂൾ, ആൾസോ ഫോർത്ത് മോഡ്യൂളിലേക്ക് വരുന്ന സമയത്തും എല്ലായിടത്തും വരുന്നത് ഫങ്ഷണൽ വാല്യൂസ് അല്ല, നമ്പർ വാല്യൂസ് ആണ്. നമ്പർ വാല്യൂസ് വരുന്നത് സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടെ എല്ലാം പ്രോബബിലിറ്റി വാല്യൂസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ആ പ്രോബബിലിറ്റി വാല്യൂസ് നമ്മൾ പോയിന്റ് ഡെസിമൽസ് കഴിഞ്ഞതിന് ശേഷം മിനിമം 4 പൊസിഷൻ വാല്യൂസ് എങ്കിലും കണ്ടുപിടിക്കാം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡെസിമൽസ് എങ്കിലും നമുക്ക് മിനിമം എടുക്കത്തക്ക രീതിയിൽ വേണം നമുക്ക് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാം. 4 കൂടുതൽ എടുത്താലും തെറ്റൊന്നുമില്ല. 4 അല്ലെങ്കിൽ 5, അതിൽ കുറച്ചെടുക്കരുത്. 3 എന്ന് പറയുന്ന രീതിയിൽ വരരുത്. 3 പോയിന്റ് കഴിഞ്ഞിട്ട് 3 വാല്യൂസ് മാത്രമാണ് നമുക്ക് ഫൈനൽ ആൻസറിൽ കിട്ടുന്നതെങ്കിൽ ഓക്കെ. അതല്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 4 മിനിമം കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 ഡെസിമൽ പ്ലേസസ് നമ്മൾ എന്തായാലും എക്സാക്ട് ആൻസറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. ആക്യുറസി കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് ആദ്യം കുറച്ച് ഇതിന്റെ ഫോർമുലാസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അറിഞ്ഞിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് മീൻ എന്താണ് എന്നുള്ള കാര്യമാണ്. എന്താണ് മീൻ? മീൻ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുലയാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. അതായത് E of x, that is sigma x into f of x. f of x അഥവാ p of x. f of x എന്ന് പറയുന്നത് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇതിനെയാണ് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത് പറയുന്നത്? മീൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു തരം മീൻ ഉണ്ട്. അതെന്താണ്? സെക്കൻഡ് ഓർഡർ മീൻ എന്നാണ് അതിനെ പറയുക. അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ. എന്താണ് ഇ ഓഫ് എക്സ് സ്ക്വയർ? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ശരിയല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതേപോലെ തന്നെയാണ് വേരിയൻസ് കണ്ടുപിടിക്കാനും ഒരു ഫോർമുലയുണ്ട്. വേരിയൻസ് ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, അതാണിത്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല, വേരിയൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇനി അതേപോലെ തന്നെ എസ് ഡിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസിനെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് ഇത്രയും കാര്യങ്ങൾ. അതായത് മീൻ, സെക്കൻഡ് ഓർഡർ മീൻ, വേരിയൻസ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നീട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ പഠിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെയും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആയിരിക്കും. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിന്റെയും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എൻ സി എക്സ് അതെന്താണ്? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ കോമ്പിനേഷൻ പാർട്ടാണ് എൻ സി എക്സ് എന്ന് പറയുന്നത്. അതിൽ എൻ സി എക്സ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു മാർഗം എന്ന് വെച്ചാൽ എൻ സി എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ്
ഫാക്ടോറിയൽ. അല്ലാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ കൊടുത്താലും ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് പി എന്താണ്, ക്യൂ എന്താണ്. പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ വരാവുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഒരു റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം നമുക്ക് കിട്ടണം. അതായത് സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് പി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഫെയിലിയർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത്. സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് പി എന്ന് പറയുന്നത്, ഫെയിലിയർ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത്. പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പി എന്ന് പറയുന്നത് സക്സസിന്റെ പ്രോബബിലിറ്റിയാണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫെയിലിന്റെ പ്രോബബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഫെയിലിയറിന്റെ പ്രോബബിലിറ്റിയാണ്. പി എന്ന് പറയുന്നത് സക്സസിന്റെ പ്രോബബിലിറ്റിയാണ്, ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫെയിലിയറിന്റെ പ്രോബബിലിറ്റിയാണ്. അപ്പൊ എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളതാണ് നമ്മുടെ എന്തിന്റെ ഫോർമുല എന്ന് നമ്മൾ പറയുന്നത്. ഈ സാധനം നമ്മുടെ ഏതിന്റെയാണ്, അതിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അതിൽ പിയും ക്യൂവും റെപ്രസെന്റ് ചെയ്യുന്നത് പി ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ക്യൂ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ മീനും വേരിയൻസും നമുക്ക് ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കാനും നമുക്കുണ്ട്. അത് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനാണെങ്കിലും അതിന്റെ മീനും വേരിയൻസും അറിഞ്ഞിരിക്കണം. മീൻ ഡയറക്റ്റ് ഐഡന്റിറ്റി ആണുള്ളത്. മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ എന്ന് പറയുന്നത് n ഇൻറ്റു പി ആണ്. ഈ n ഉദ്ദേശിക്കുന്നത് എന്ത് സാധനമാണ്? n ഉദ്ദേശിക്കുന്നത് നമ്മുടെ എത്ര തവണ ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നു, എത്ര തവണത്തെ റാൻഡം എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ അണ്ടർ ദ കൺസിഡറേഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എത്ര തവണ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്നുള്ളതാണ് n റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത്. സെയിം രീതിയിൽ അതിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനും നമുക്ക് ഫോർമുലയുണ്ട്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എൻ പി ക്യൂ. എന്താണ്? n ഇൻറ്റു പി ഇൻറ്റു ക്യൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിന്റെ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടി വരും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും. പിന്നീട് നമ്മൾ അടുത്ത് പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിലും ഇതേപോലെ തന്നെ അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. വളരെ ഇമ്പോർട്ടന്റ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതേപോലെ തന്നെ ഇതിനകത്ത് ലാംഡ കണ്ടുപിടിക്കാൻ ലാംഡയ്ക്ക് ഡയറക്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും. എന്താണ് കണ്ടുപിടിക്കുന്നത്? n ഇൻറ്റു പി ആണ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു പി ആണ്. സെയിം രീതി തന്നെയാണ് നമുക്കിവിടെ എക്സ് നമുക്കറിയാം എത്ര തവണയാണ് ആ റാൻഡം എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്നാണ് എക്സ് ഉദ്ദേശിക്കുന്നത്, എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, സോ ലാംഡ ഈക്വൽ ടു n ഇൻറ്റു പി ആണ്. സെയിം രീതി തന്നെ നമുക്ക് ഇതിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് ലാംഡ തന്നെയാണ്. ആൾസോ വേരിയൻസും എന്ത് തന്നെ ആയിരിക്കും? ലാംഡ തന്നെ ആയിരിക്കും. മീനും ലാംഡയാണ്, വേരിയൻസും ലാംഡയാണ്. അതിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മീനും വേരിയൻസും ഇവിടെ എന്താണ്? സെയിം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്ന സമയത്ത്, പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഫോർമുലാസ് എങ്കിലും ബേസിക്കലി നമ്മൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രോബ്ലത്തിന്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലാസ് മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു ഫോർമുലാസും ഇല്ല ഇതിനകത്ത്. വളരെ ഒത്തിരി അങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ടൈപ്പും ഇല്ല. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ആ സാധനമാണ് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എന്താണ് ഈ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഒരു സിമ്പിൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. ആക്ച്വലി ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സി ഡി എഫ് അഥവാ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് സ്മോൾ എഫ് ഓഫ് എക്സ്.
സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന അതിനും എന്തുണ്ട്? അതിനൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. ആ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന സ്റ്റാൻഡേർഡ് എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് CDF അഥവാ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇത്രയും ഫോർമുലാസ് എങ്കിലും മിനിമം നമുക്ക് വേണം. പ്രോബ്ലം ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. സോ ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. സോ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ഡിറൈവ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഡയറക്റ്റ് ഡെറിവേഷൻ പാർട്ടായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഡിറൈവ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസിന്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം. എന്താണ് വാല്യൂ? ലാംഡ തന്നെയാണ് രണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ എന്ത് ചോദിച്ചിരിക്കുകയാണ്? മീൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മീനും വേരിയൻസിന്റെയും ഡെറിവേഷൻ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? മീനിന്റെയും വേരിയൻസിന്റെയും ഡെറിവേഷൻ എങ്ങനെയാണ്, അതിന്റെ ഡെറൈവ് ചെയ്ത് നമുക്ക് ലാംഡയും രണ്ടിടത്തും മീനും ലാംഡ വേരിയൻസും ലാംഡ നമുക്ക് കിട്ടാനുള്ള എങ്ങനെയാണ് നമുക്കത് കിട്ടിയത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരു ലോങ് ആൻസർ ടൈപ്പ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. കാരണം ഇതെന്താണ്? ഒരു ഡെറിവേഷൻ പാർട്ടാണ്. സോ ആ ഡെറിവേഷൻ പാർട്ടിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് അതിന്റെ P(x) നമ്മൾ ആദ്യം എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. എന്താണ് P(x)? പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ലാംഡ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? നൗ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ P(x) രണ്ടും ഒന്ന് തന്നെയാണ്. F(x) എന്ന് പറയുന്നതും P(x) എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മീൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? P(x). അതായത് ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? എക്സ് ഫാക്ടോറിയൽ. നമുക്കിവിടെ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. എക്സിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആണ്. എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. ആ രീതിയിലാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് റാൻഡം വേരിയബിൾസ്, റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ എത്ര തവണ ചെയ്തു എന്നുള്ളത് കൺസിഡർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? സ്മോൾ എൻ യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ഈ സ്മോൾ എൻ എന്ന് പറയുന്നത്, സ്മോൾ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ 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 വലുതായിരിക്കും, ലാർജ് വാല്യൂ ആയിരിക്കും. അത് എവിടം വെച്ച് എൻഡ് ചെയ്യുന്നു എന്നുള്ളത് പോയിന്റ് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിരിക്കും. 1000 2000 10,000 സംതിങ് ലൈക്ക്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും കമ്പയർഡ് ടു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സംതിങ് 7 6 10 10 ബിലോ ആയിരിക്കും. മാക്സിമം 10 വരികയുള്ളൂ. അതിനപ്പുറം ഒന്നും വലുതായിട്ട് പോകാറില്ല. ഓക്കെ, പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് അത് ലാർജ് വാല്യൂ ആയിരിക്കും. നമുക്കിവിടെ ഇതേ കാര്യം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എടുക്കുമ്പോൾ സിഗ്മ എക്സ് ഈക്വൽ ടു 0 to n എന്നാണ് എടുക്കുന്നത്. അതായത് n എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഇന്റർവെൽ വരെ മാത്രമാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. ഫൈനൈറ്റ് ഇന്റർവെല്ലിലുള്ള വാല്യൂസ് മാത്രം കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ഒരു ലാർജ് വെർഷനിലേക്ക് നമുക്ക് പോകുന്ന സമയത്താണ് നമുക്ക് എന്തായി മാറുന്നത്? അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? 0 to ഇൻഫിനിറ്റി. അതായത് ലാർജ് വാല്യൂ നമുക്ക് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ ഏത് വരെ വേണമെങ്കിലും പോകാം. ഓക്കെ, 1000 10,000 20,000 അല്ലെങ്കിൽ 2,000 അങ്ങനെയൊക്കെയുള്ള ലാർജ് വാല്യൂസ് അനുസരിച്ചാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 0 to ഇൻഫിനിറ്റി ഈ രീതിയിൽ വരും. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ എക്സിന്റെ വാല്യൂ ആണ് 0 to ഇൻഫിനിറ്റി. അപ്പോൾ എക്സ് ഇല്ലാത്ത ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? സമ്മേഷന് വെളിയിൽ കൊണ്ടുവരാം. എക്സ് ഇല്ലാത്ത ടേം എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ. സോ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു സിഗ്മ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി
എക്സ് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എന്താണ് ഇതിന്റെ മീനിങ്? ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സിന് ഓരോ വാല്യൂ ആയിട്ട് കൊടുക്കുന്നു. എക്സിന് ആദ്യം ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്താണ്? 0. എക്സിന് ഞാൻ 0 കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 0 ഇൻറ്റു സം ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ നമുക്കറിയാം എന്താണ് 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാവുന്നതാണ്. സോ അപ്പൊ 0 ഇൻറ്റു സംതിങ് ഡിവൈഡ് ബൈ ഒരു വാല്യൂ വന്നു. അപ്പൊ എന്താ അതിന്റെ മീനിങ്? 0 ഇൻറ്റു എനി ക്വാണ്ടിറ്റി ബിക്കംസ് എന്താണ്? 0 ആണ്. നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ സമ്മേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം 0ക്ക് ഒരു എക്സിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു ടേം കിട്ടി പ്ലസ്. അടുത്തെന്താ ചെയ്യുന്നത്? എക്സിന് അടുത്ത് എന്ത് കൊടുക്കും? 1 കൊടുക്കും. 1 കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും അല്ലെ. അടുത്ത് 2 കൊടുക്കും. 2 കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു വാല്യൂ കിട്ടും. 3 കൊടുക്കും. ആ സമയത്ത് എനിക്കൊരു വാല്യൂ കിട്ടും. അങ്ങനെ ഓരോരോ വാല്യൂ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എക്സിന് പക്ഷെ ഞാൻ 0 കൊടുത്തപ്പോൾ എനിക്ക് എന്താ വന്നത്? 0 തന്നെയാണ് വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് 1 മുതൽ കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, 1 മുതൽ കൊടുത്താൽ മതി. അപ്പൊ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു സിഗ്മ എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ബാക്കി അതുപോലെ എഴുതുക. എക്സ് ഇ റൈസ് ടു അല്ല എക്സ് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി എന്താ പറയുന്നത്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്താണ് അതിന്റെ മീനിങ്? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നോക്കാം. 5 ഡിവൈഡഡ് ബൈ 5ന്റെ ഫാക്ടോറിയൽ. എന്താണ് അതിന്റെ മീനിങ്? രണ്ടും സെയിം വാല്യൂ അല്ലേ? എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. 5 ഡിവൈഡഡ് ബൈ 5ന്റെ ഫാക്ടോറിയൽ. എന്താണ് 5 ഡിവൈഡ് ബൈ 5ന്റെ ഫാക്ടോറിയൽ? 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതിന്റെ മീനിങ് എന്താ? 5 5 കട്ടായി പോയി. ബാക്കി 1 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് 4 ഫാക്ടോറിയൽ എന്ന് എഴുതി കൂടെ അല്ലെ? 1 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. സെയിം രീതിയിലാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5നെ അപേക്ഷിച്ച് എന്താണ്? 1 കുറഞ്ഞു എന്നല്ലേ മീനിങ് അല്ലെ? 1 കുറഞ്ഞിരിക്കുകയല്ലേ? അപ്പോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഇ റൈസ് ടു മൈനസ് ലാംഡ എഴുതുക. സിഗ്മ എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. അതായത് ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി എന്ത് ചെയ്യുക? ഇനി ഞാൻ എക്സിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ ആയിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. അതായത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എക്സിന് ഓരോ വാല്യൂ കൊടുക്കുകയാണ്. അതായത് ഇ റൈസ് ടു മൈനസ് ലാംഡ. ആദ്യം എക്സിന് ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. ലാംഡ റൈസ് ടു 1 അതായത് ലാംഡ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 എന്താണ്? 1 എക്സിന് 1 കൊടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് 1 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 അല്ലേ? 0 ഫാക്ടോറിയൽ. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എനിക്ക് എന്തറിയാം? 1 ആണെന്നറിയാം. ലാംഡ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലാംഡയ്ക്ക് എക്സിന് 2 കൊടുത്തു. അപ്പൊ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. പ്ലസ് അടുത്ത് ഞാൻ എന്ത് കൊടുത്തു? എക്സിന് 1 കൊടുത്തു, എക്സിന് 2 കൊടുത്തു, അടുത്ത എക്സിന് 3 കൊടുത്തു. സോ ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 അതെന്താണ്? 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എന്തുണ്ട്? ഒരു ലാംഡയുടെ ടേം ഉണ്ട്. സോ എനിക്ക് ലാംഡ കോമൺ ആയിട്ട് എടുക്കാം. സോ ലാംഡ കോമൺ ആയിട്ട് എടുത്ത് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ബാക്കി വരുന്ന കാര്യങ്ങൾ നോക്കാം. ലാംഡ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ ഇവിടെ എന്തുണ്ട്? 1 ബൈ 1 അതെന്ത് തന്നെയാണ്? 1 തന്നെയാണ്. പ്ലസ് എല്ലായിടത്തും ഒരു ലാംഡയുടെ കുറവ് വരില്ലേ? ഒരെണ്ണം കുറഞ്ഞു വരില്ലേ പവർ? അതായത് ലാംഡ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. എന്താണ് ഇതിന്റെ മീനിങ്? ഈ ഒരു സീരീസ് ഇത് ആക്ച്വലി എന്താണ്? ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ആണ്. ഈ പവർ സീരീസിന്റെ എക്സ്പാൻഷന്റെ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് S1 മാത്സിന്റെ
നമ്മുടെ ടൈലർ സീരീസ്, ലോറൻസ് സീരീസ്, ഫുറിയർ സീരീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പവർ സീരീസിന്റെ എക്സ്പാൻഷൻ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ പവർ സീരീസിന്റെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? ലാംഡ ഇ റേസ് ടു മൈനസ് ലാംഡ ആൾറെഡി ഇവിടെ ഉള്ളതാ. ഇത് എന്തിന്റെ ടേം ആണ്? ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. ഇ റേസ് ടു ലാംഡയുടെ എക്സ്പാൻഷൻ ആണ്. സോ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ. സോ ഇത് തമ്മിൽ എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് എടുക്കാം. ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു സീറോ. ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ദാറ്റ് ഈസ് ലാംഡ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? മീനിന്റെ വാല്യൂ കിട്ടി. മീൻ എന്ന് പറയുന്നത് എന്താണ്? ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എനിക്ക് എന്താ കിട്ടിയത്? ലാംഡ എന്നാണ് കിട്ടിയത്. സെയിം രീതിയിൽ എനിക്ക് എന്ത് കിട്ടി? മീനിന്റെ ആൻസർ കിട്ടി. ഡിറൈവ് മീൻ ഡിറൈവ് ചെയ്തെടുത്തു. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കണം. സോ വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കണ്ടുപിടിക്കേണ്ടി വരും. അതെന്താണ്? സെക്കൻഡ് ഓർഡർ മീൻ എനിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. കാര്യം എന്താ? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് എനിക്കറിയാം, പക്ഷെ എനിക്ക് എന്തറിയില്ല? ഇ ഓഫ് എക്സ് സ്ക്വയർ എനിക്കറിയില്ല. അപ്പൊ ആ ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ഞാൻ അടുത്ത് ശ്രമിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് ഓർഡർ മീൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സെക്കൻഡ് ഓർഡർ മീൻ കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ സിഗ്മ എന്താ ഫോർമുല? എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ സിഗ്മ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? 0 to ഇൻഫിനിറ്റി കറക്റ്റ് ആണല്ലോ. കാര്യം എന്താ? 0 to ഇൻഫിനിറ്റി തന്നെയാണ് നമ്മുടെ എവിടെ പോയിസൺ എക്സ്പ്രഷനിൽ വരുന്നത്, അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ബാക്കി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. നമ്മുടെ പി ഓഫ് എക്സ് തന്നെയാണ്. ഏത്? നമ്മുടെ ബൈനോമിയൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? സോ അപ്പോ ഈ രീതിയിൽ ഇനി എനിക്ക് എന്താ വേണ്ടത് നോക്കാം. ഇവിടെയും നമ്മുടെ പഴയ കാര്യം തന്നെ നമ്മൾ ശ്രമിക്കുക. എന്താണ് ഈ പഴയ കാര്യം എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം എക്സിന് ഞാൻ 0 കൊടുത്തു. അപ്പൊ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സം ക്വാണ്ടിറ്റി എന്തായി കിട്ടും? 0 ആയിട്ട് കിട്ടും. അപ്പൊ ഈ സിഗ്മ എന്ന് പറയുന്നത് എങ്ങനെ മാറ്റാൻ പറ്റും? ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ മൈനസ് എക്സ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ്. അതായത് ഞാൻ എന്ത് ചെയ്തു? ഈ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒരു മൈനസ് എക്സ് ആഡ് ചെയ്തു, മൈനസ് എക്സ് പ്ലസ് എക്സ്, മൈനസ് എക്സ് ആഡ് ചെയ്തു, അതുപോലെ പ്ലസ് എക്സും ആഡ് ചെയ്തു. അതായത് എക്സ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്തു, എക്സ് കൊണ്ട് ആഡ് ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഓവറോൾ വാല്യൂവിന് ചേഞ്ച് ഒന്നും വന്നില്ല. ഒരു മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി അതേപോലെ തന്നെ ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യും? ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിഗ്മ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇതില് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇത്രയും ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് പിന്നെന്താ വേണ്ടേ? സിഗ്മ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി, 0 to അല്ല, എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. സിഗ്മ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ബാക്കി വരുന്നത് എക്സ് ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മളിവിടെ ചെയ്തതില് ഇത്രയും കാര്യം ഇതെന്ന് പറയുന്നത് എന്താണ്? ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ച മീൻ തന്നെയാണ്. എന്താണ് അവിടെ? സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? ഈ സാധനം തന്നെയാണല്ലോ. ഇത് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ വാല്യൂ? ലാംഡ എന്ന് പറഞ്ഞ വാല്യൂ. ലാംഡയാണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മീൻ. ഓക്കെ, ആ ടേം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ ഒരു സ്ലൈറ്റ് സിംപ്ലിഫിക്കേഷനും ചെയ്യാൻ പറ്റും. എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി
ഇതിനകത്ത് നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുക്കുക. എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1. ശരിയല്ലേ? ശരിയല്ലേ? ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയല്ലോ. ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ പ്ലസ്. കഴിഞ്ഞോ? ഇല്ല. ഇത്രയും കാര്യം എനിക്കറിയാം എന്താണ്? ലാംഡയാണ് അതിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ അവിടെ കോൺസ്റ്റന്റ് ആണ്. അതിനെ എനിക്ക് എന്ത് ചെയ്യാം? സിഗ്മയുടെ വെളിയിൽ കൊണ്ടുവരാം. സിഗ്മയുടെ വെളിയിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? ഇ റൈസ് ടു മൈനസ് ലാംഡ സിഗ്മ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ബാക്കി ലാംഡ കൂടെ ഉണ്ട്, നമുക്കത് ലാസ്റ്റ് എഴുതി പോവാം. ഓക്കെ, ആദ്യം ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള വഴി നമുക്ക് നോക്കാം. ഇവിടെ എക്സിന് 1 കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം എന്താ? 1 മൈനസ് 1 എന്താണ്? 0 അല്ലേ? അപ്പൊ 0, ഈ ടേം 0 ആകുമ്പോൾ ഓൾ ടേം 0 ആവില്ലേ? അപ്പൊ നമുക്ക് എവിടെ മുതലേ കൊടുക്കാൻ പറ്റൂ? 0 കൊടുക്കാൻ പറ്റുമോ? 0യും കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താ? 0 ഇൻറ്റു സം ക്വാണ്ടിറ്റി എന്ന് വരും, അതും 0 ആയി മാറും. അപ്പോ എക്സ് ഈക്വൽ ടു 0യിലും അതിന് വാല്യൂ ഇല്ല, എക്സ് ഈക്വൽ ടു 1ലും അതിന് വാല്യൂ ഇല്ല. അപ്പൊ ഏതോട്ടെ വാല്യൂ ഉള്ളൂ? മിനിമം 2 മുതലേ അതിന്റെ വാല്യൂ ഉള്ളൂ. അതായത് സിഗ്മ എക്സ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി. ബാക്കി അതുപോലെ എഴുതുക. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് മൈനസ് 1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിനകത്ത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, അതിന്റെ കാര്യം നമുക്ക് നോക്കാം. അതായത് എങ്ങനെയായിരിക്കും വരിക നമുക്ക് നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നമ്പർ കൺസിഡർ ചെയ്യാണ്. 4 ഇൻറ്റു എന്താണ്? 4 മൈനസ് 1. 4 ഇൻറ്റു 4 മൈനസ് 1. 4 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സ് ഞാൻ എത്ര ആയിട്ട് എടുത്തത്? 4 ആയിട്ടാണ് എടുത്തത്. അപ്പൊ 4 ഫാക്ടോറിയൽ. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പൊ 4ഉം 3യും കട്ടായി പോകും, 4ഉം 3യും കട്ടായി പോകും. ബാക്കി വരുന്നത് 1/2 ഫാക്ടോറിയൽ. എക്സ് ഞാൻ എത്രയാണ് എടുത്തത്? എക്സ് ഞാൻ എടുത്തത് എത്രയായിരുന്നു? 4 ആയിരുന്നു. അപ്പൊ എക്സ് 4 ആയിട്ട് എടുത്തെങ്കിൽ 1 മൈനസ് 1/2 ഫാക്ടോറിയൽ ആണ് കിട്ടിയത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇ റൈസ് ടു മൈനസ് ലാംഡ സിഗ്മ എക്സ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? എക്സിന് ഞാൻ 4 ആണ് എടുത്തത്. അപ്പൊ 4 മൈനസ് 2 ആണ് 2 എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോ എക്സ് മൈനസ് 2ന്റെ ഫാക്ടോറിയൽ. കറക്റ്റ് അല്ലേ? എക്സ് മൈനസ് 2ന്റെ ഫാക്ടോറിയൽ എന്നായി മാറും. ഓക്കെ അല്ലേ? നോ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഇനി വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ സിഗ്മയ്ക്ക് എക്സ്പാൻഷൻ കൊടുക്കുക. സിഗ്മയ്ക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇ റൈസ് ടു മൈനസ് ലാംഡ. ബാക്കി വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആദ്യം എക്സിന് 2 ആണ് കൊടുക്കേണ്ടത്. 2 കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ലാംഡ സ്ക്വയർ അല്ലെ? ലാംഡയ്ക്ക് 2 ആണ് കൊടുത്തത്, അല്ല എക്സിന് 2 ആണ് കൊടുത്തത്. ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 0 ആണ്, 0 ഫാക്ടോറിയൽ പ്ലസ് അടുത്തെന്താ വരുന്നത്? 3 കൊടുത്തു. അപ്പൊ ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 1 ഫാക്ടോറിയൽ. അടുത്ത് അതേപോലെ ലാംഡ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അതുപോലെ ലാംഡ റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് പറഞ്ഞു പോകും അല്ലെ? ഇവിടെയും നമുക്ക് എന്ത് ടേമിനെ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും? ലാംഡ സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം അല്ലെ? ലാംഡ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. സോ ലാംഡ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക നോക്കാം. ലാംഡ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ബാക്കി വരുമ്പോൾ ഇവിടെ ബാലൻസ് 1 അല്ലേ? 0 ഫാക്ടോറിയൽ എനിക്കറിയാം 1. 1/1 എന്താണ്? 1. ലാംഡ സ്ക്വയർ എടുത്തു. അപ്പോൾ ലാംഡ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ, ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ, ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലെ? ഇതും നമ്മുടെ പവർ സീരീസ് എക്സ്പാൻഷൻ തന്നെയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പവർ സീരീസ് എക്സ്പാൻഷൻ എന്തായിരുന്നു പവർ സീരീസ് എക്സ്പാൻഷൻ? ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ആ രീതിയിൽ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആൾറെഡി എന്താ ഉള്ളത്? ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റൈസ് ടു ലാംഡ എന്ന് കിട്ടും. ഈ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ
ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഒരു കാര്യം ബാക്കിയുണ്ടായിരുന്നു. ഏത്? പ്ലസ് ലാംഡ. ഇത് നമ്മൾ ഇവിടെ എഴുതി പോയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ പ്ലസ് ലാംഡ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പ്ലസ് ലാംഡ. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് എന്തായി മാറും? e⁻0 ആയി മാറും. e⁻ ലാംഡ ഇൻറ്റു e ലാംഡ ഇല്ലേ, 0 ആയി മാറും. ബാക്കി വരുന്നത് എന്താ? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ഇതെന്താണ്? ഇ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ എനിക്ക് സെക്കൻഡ് ഓർഡർ മീൻ ആയിട്ട് എനിക്ക് കിട്ടിയത്, സെക്കൻഡ് ഓർഡർ മീൻ ആയ ഇ ഓഫ് എക്സ് സ്ക്വയർ എനിക്ക് കിട്ടിയത് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ എന്ന രീതിയിലാണ്. ഓക്കെ, അതെനിക്ക് കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്തായിരുന്നു? ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എന്താണ് ഇ ഓഫ് എക്സ് സ്ക്വയർ? ഈ കിട്ടിയ സാധനം എന്താ? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ദെൻ ഇ ഓഫ് എക്സ്, ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ഇ ഓഫ് എക്സ് ലാംഡ തന്നെയാണ്. സോ അതിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് ലാംഡ സ്ക്വയർ. സോ ഇതില് പ്ലസ് ലാംഡ സ്ക്വയറും മൈനസ് ലാംഡ സ്ക്വയർ പോവും. ആൻസർ ബിക്കംസ് ലാംഡ. ഇതാണ് വേരിയൻസ് ഓഫ് എക്സ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? മീനും വേരിയൻസും സെയിം ആണ്. അതായത് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നതും ലാംഡ തന്നെയാണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ലാംഡ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും ലാംഡ ആണ്. ഓക്കെ അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ എന്ത് തന്നെയാണ്? ലാംഡ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മീൻസ് ഇതിന്റെ ഏത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും എന്താണ്? സെയിം ആണ്. ഓക്കെ അല്ലേ? സോ ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുകിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. കൂടുതലും ചോദിച്ചിട്ടുള്ളത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ഡെറൈവ് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? ഈ ഒരു എല്ലാ സ്റ്റെപ്സും കൃത്യമായി ഫോളോ ചെയ്ത് വേണം നമ്മൾ അവരുടെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഔട്ട് ഓഫ് 2000 ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച്. 2000 ഫാമിലി ഉണ്ട്. അതിൽ ഓരോ ഫാമിലിയിലും എത്ര ചിൽഡ്രൻ ഉണ്ട്? 4 ചിൽഡ്രൻ ഉണ്ട്. ഓക്കെ, ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? നിങ്ങൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് എങ്ങനെയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് അറ്റ് മോസ്റ്റ് 1 ബോയ്. അറ്റ്ലീസ്റ്റും അറ്റ് മോസ്റ്റും ഈ രണ്ട് വേർഡും വളരെ 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 ക്രൂഷ്യൽ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്തെഴുതാം. 4 ചിൽഡ്രനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൊത്തത്തിൽ ഫാമിലി എത്രയാണ്? 2000 ആണ്. ഓക്കെ, ആ ഒരു 2000 അവിടെ ഇരിക്കട്ടെ. എത്ര ചിൽഡ്രൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 പേര്. അപ്പൊ സ്മോൾ എൻ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 4 ആണ്. ഓക്കെ, ഇനി ഒരു ബോയോ ഗേളോ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിൽഡ്രനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ചിൽഡ്രനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഒന്നുകിൽ ബോയ് ആയിരിക്കും അല്ലെങ്കിൽ ഗേൾ ആയിരിക്കും. ഒരു ഫാമിലിയിൽ ബോയ് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു ഫാമിലിയിൽ ജനിക്കുന്ന കുട്ടി ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? സ്വാഭാവികമായിട്ടും 1/2 ആണ്. കാരണം എന്താ? 2 പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്നുകിൽ ബോയ് അല്ലെങ്കിൽ ഗേൾ. ഓവറോൾ പോസിബിലിറ്റി എത്രയാണ്? 2. 2ൽ 1 ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി 1/2. ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്? 1/2 തന്നെയാണ്. അതായത് 0.5. ഓക്കെ അല്ലേ? അപ്പൊ ഗേൾ ആയാലും ബോയ് ആയാലും മീൻസ് അതിന്റെ ഉള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്, അഥവാ 0.5 ആണ്. അപ്പോ പി എന്ന് പറയുന്നത് 1/2 ആണ്. പി എന്ന് പറയുന്നത് 1/2 അഥവാ 0.5. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യൂ എന്ന് പറയുന്നത്, ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പി 1 മൈനസ് പി അല്ലെ? ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി. അതും എന്ത് തന്നെയാണ്? 0.5 തന്നെയാണ്. ഓക്കെ, അപ്പോ വിത്ത് 4 ചിൽഡ്രൻ ഈച്ച്, 4 കുട്ടികൾ ഉണ്ട്. ഹൗ മെനി വുഡ് യു എക്സ്പെക്ടഡ് ടു ഹാവ്? നമുക്ക് എത്ര കുട്ടികൾ മീൻസ് എത്ര കുട്ടികളായിരിക്കും? 2000 ഫാമിലിയിൽ എത്ര കുട്ടികളായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു ഫാമിലിയുടെ കേസ് നമുക്ക് നോക്കാം. ഇനി 2000 ഫാമിലി ഉള്ളത് പിന്നെ നമുക്ക് നോക്കാം. ഒരു ഫാമിലിയിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എന്താണ്? ഓക്കെ, നമ്മളിവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന്റെ കാരണമുണ്ട്. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 1ന് അടുപ്പിച്ച് വരുന്ന പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ എത്രയാണ്?
നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2, 0.3, 0.5, 0.7, 0.1 എന്നൊക്കെ പറഞ്ഞ് ആണ് പ്രോബബിലിറ്റി വരുന്നതെങ്കിൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മറിച്ച് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/1000, 1/100, 1/20, 1/50 എന്ന രീതിയിലാണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നതെങ്കിൽ അവിടെ നമ്മൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്? നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്. പക്ഷെ നമുക്കിവിടെ 1ന് അഡ്ജസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രോബബിലിറ്റി വാല്യൂസ് ആണെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം? നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ഇതാണ് വ്യത്യാസം. ഓക്കെ അല്ലേ? അപ്പോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും മീൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്റെ ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അറ്റ്ലീസ്റ്റ് 1 ബോയ്, മൊത്തത്തിൽ എത്ര പേരാണ്? 4 ബോയ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ചിൽഡ്രനിൽ ഒരാളെങ്കിലും എന്നാ പറഞ്ഞു, ഒരാളെങ്കിലും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാളെങ്കിലും ബോയ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഒന്നിൽ കൂടുതൽ ബോയ് ആയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ശരിയല്ലേ? ഒന്നിൽ കൂടുതൽ ബോയ് ആയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോ ഒരാളെങ്കിലും ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? P of x greater than or equal to 1. ഒന്നിൽ കൂടുതലാവാം, പക്ഷെ എവിടെ വരെ മാക്സിമം വരികയുള്ളൂ? 4 ചിൽഡ്രനെ വരികയുള്ളൂ. ഓക്കെ അല്ലേ? 4 ചിൽഡ്രൻ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഏത് വരെ പോകാം? ഒന്നിൽ കൂടുതൽ ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പൊ സാധാരണ ഒന്നിൽ കൂടുതൽ ബോയ് ആണുള്ള പി ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ, പി ഓഫ് എക്സ് ആദ്യം എഴുതാം. പി ഓഫ് എക്സ് എന്തായിരുന്നു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് എന്താണ്? NC(x) P(x) Q(n-x) അല്ലെ? ആണല്ലോ. അപ്പോ ഇവിടെ നമുക്ക് 4 ചിൽഡ്രൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 4 ചിൽഡ്രനില് ഒന്നുകിൽ 4 ബോയ് ആവാം, അല്ലെ? 4 ബോയ് ആവാം. 4 ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 3 ബോയ് ആവാം, കുഴപ്പമില്ല. 2 ബോയ് ആവാം, കുഴപ്പമില്ല. 1 ബോയ് ആവാം, അതും കുഴപ്പമില്ല. നമുക്ക് 0 ബോയ്സ് വേണമെങ്കിലും ആവാം, അങ്ങനെയും വരാമല്ലോ. 4 ഗേൾസ് ആയാലോ? അവിടെ നമുക്ക് ബോയ്സ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ എല്ലാ പോസിബിലിറ്റീസും നമുക്ക് അറിയണം, മീൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി വരുന്നത്? P of 1 1 വരാം, കുഴപ്പമില്ല. 2 വരാം, അതും പ്രശ്നമല്ല. 3 വരാം, 4 വരാം. ഇതിത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ഇതിന്റെ കൂടെ വേറൊരു പോസിബിലിറ്റി കൂടെ വരാം. എന്താണ് ആ വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്? P of 0 കൂടെ വരാം. P of 0 കൂടെ വരുമ്പോഴാണ് ഇതിന്റെ പ്രോബബിലിറ്റി ഓവറോൾ കംപ്ലീറ്റ് ആയി മാറുന്നത്. എന്താണ് P of 0 എന്ന് പറഞ്ഞാൽ? 0 ബോയ്സ്, അതായത് ഒരു ബോയും ഇല്ല. അങ്ങനെയുള്ള പോസിബിലിറ്റി വരാം. അപ്പോ P of 0, P of 1, P of 2, P of 3, P of 4. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? x greater than or equal to 1 എന്നാ പറയുന്നത്. അതായത് ഫസ്റ്റ് കേസ് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും. അപ്പൊ 1 ആയിക്കോട്ടെ, സാരമില്ല. 2 ആയാൽ പ്രശ്നമുണ്ടോ? ഇല്ല. 3 ആയാൽ പ്രശ്നമുണ്ടോ? ഇല്ല. 4 ആയാൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പോ ഇതെല്ലാതിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് കാണണം, അതിനെ എന്ത് ചെയ്യണം? സം ചെയ്യണം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു എളുപ്പമുള്ളൊരു വേ ഉണ്ട്. അതിന് നമ്മൾ കൺസെപ്റ്റ് നമ്മൾ ആദ്യം പഠിച്ചു. എന്തായിരുന്നു അതിന്റെ കൺസെപ്റ്റ്? ഓവറാൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സിഗ്മ P of x നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. ഓവറാൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പോ ഓവറാൾ പ്രോബബിലിറ്റി ആയി കഴിഞ്ഞു. P of 1, P of 2, P of 3, P of 4. ഇനി എന്തുകൂടെ ഒരു പ്രോബബിലിറ്റി കൂടെ വരാൻ സാധ്യതയുണ്ട്? P of 0 കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ P of 0 plus P of 1 plus P of 2 plus P of 3 plus P of 4 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് P of 0 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ,
P(1) മുതൽ P(4) വരെയുള്ള സമ്മേഷൻ എന്ന് പറയുന്നതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് P(0) എന്ന് എനിക്ക് എഴുതാം. എന്തുകൊണ്ട്? എല്ലാ പ്രോബബിലിറ്റീസും നമ്മൾ 1 ആണ്. അപ്പോ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിന്റെയോ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിന്റെയോ വാല്യൂ കണ്ടുപിടിച്ചാൽ ഈ ടേമിന്റെയോ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം ഏതാണ്? രണ്ടാമത്തെ ടേം അല്ലേ? കാരണം അവിടെ ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. ഇവിടെ നമുക്ക് 4 ടേം ഇൻഡിവിജ്വലി കണ്ടുപിടിക്കണ്ടേ? അത്രയും നമുക്ക് കാൽക്കുലേഷൻ ലെങ്തി ആവില്ലേ? വേണ്ട, നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? P(0) മാത്രം കണ്ടുപിടിച്ചാൽ മതി. P(0) കണ്ടുപിടിക്കാൻ ഞാൻ പോവുകയാണ്. P(x) എന്റെ കയ്യിലുണ്ട്. എന്താണ്? ദിസ് വൺ. ഇതിനകത്ത് അതിൻ്റെതായ വാല്യൂസ് എന്തൊക്കെയാണ്? അതിൻ്റെതായ വാല്യൂസ് എന്ന് പറയുന്നത് n എനിക്കറിയാം, P അറിയാം, Q അറിയാം, എല്ലാ വാല്യൂ അറിയാം. സോ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് P(x) എന്ന് പറയുന്നത് P(x) എന്ന് പറയുന്നത് ഈക്വൽ ടു n4 ആണ്. സോ 4cx P(x) അതായത് 0.5(x) Q(n-x) അതായത് 0.5(4 - x). ഇതിനകത്ത് എനിക്ക് വേണ്ടത് എന്താണ്? x 0 എന്ന സമയത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ P(0) എന്ന് പറയുന്നത് എന്താണ്? 4c0 ബാക്കി വരുന്നത് എന്താണ്? 0.5(x) ന്റെ സ്ഥാനത്ത് 0 അല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ 0.5(0) ഇൻറ്റു 0.5(4 - 0) അതായത് 4. ഓക്കെ അല്ലേ? ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് നോക്കാം. 0.5(4) ഇൻറ്റു ഇതിന്റെ വാല്യൂ എനിക്കറിയാം, 1 ആ വരുന്നത് ഇതിന്റെ വാല്യൂ. അതേപോലെ 0.0625 ഇൻറ്റു ഇതിന്റെ (4) ആണ്. ഇൻറ്റു പിന്നെന്താ വേണ്ട? 4c0 എന്ന് പറയുന്നത് 1. So answer becomes 0.0625. ഇതാണ് P(0) എന്ന് പറയുന്നത് അല്ലെ? 4c0 വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ ഇട്ട് നോക്കിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. നൗ ഇനി എനിക്ക് എന്താ വേണ്ട? P(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതാണല്ലോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് P(0). നമ്മളിവിടെ എഴുതിയതാണ് 1 മൈനസ് P(0). അപ്പൊ അതിന് P(0) എനിക്ക് കിട്ടി. ഇതാണ് 1 മൈനസ് 0.0625. അതായത് 1 മൈനസ് 0.0625. അതായത് 0.937. ഓക്കെ അല്ലേ? 0.9375. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബേസിക് കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ബാക്കി എല്ലാം നമുക്ക് കാൽക്കുലേറ്ററിൽ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ. കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതും എവിടെയാണ് ഫോർമുല യൂസ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ പ്രോബബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? നൗ ഇനി അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ കൂടെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അറ്റ്മോസ്റ്റ് 1 ബോയ്. അറ്റ്മോസ്റ്റ് എന്താണ് ഈ അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത്? മാക്സിമം 1 ബോയ് എന്നാ പറയുന്നത്. അറ്റ്മോസ്റ്റ് 1 ബോയ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. അറ്റ്മോസ്റ്റ് 1 ബോയ് എന്ന് പറയുന്നത് P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതാണ് P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മാക്സിമം 1 ബോയേ പാടുള്ളൂ. അറ്റ്മോസ്റ്റ് മാക്സിമം 1 ബോയ്. 4 ചിൽഡ്രൻ ഉണ്ട്, പക്ഷെ അതിനകത്ത് എനിക്ക് 1 ബോയേ മാക്സിമം പാടുള്ളൂ എന്നാ പറയുന്നത് അല്ലെ? അപ്പോ 1 ബോയ് വരെ ആവാം. ഒന്നുകിൽ 0 ബോയ്സ് ആവാം, അല്ലെങ്കിൽ 1 ബോയ് ആവാം. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അതാണ് പറയുന്നത് അറ്റ്മോസ്റ്റ് P(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആ കൺസെപ്റ്റ്, ആ വേർഡ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതും അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നതുമായ വേർഡ്സ് ആണ് ഇവിടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? P(0) പ്ലസ് P(1). x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ P(0) പ്ലസ് P(1). അപ്പൊ ഇതിനകത്ത് P(0) വാല്യൂ എനിക്കറിയാം, ഇതാണ് കിട്ടുന്നത്. P(1) എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കാം. P(1) എന്ന് പറയുന്നത് എന്താ? 4cx 0.5(1), അതായത് 0.5(x) 1
then 0.5 raised to 4 minus x. അതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലെ. 0.5 raised to 4 minus x. 4 minus x എന്ന് പറഞ്ഞാൽ 4 minus 1. അതായത് 0.5 raised to 3. ഇത് 0.5 raised to 4 തന്നെ കിട്ടും into 4c1. 4c1. 4c1 എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 into 0.5 raised to 4. അതായത് 0.0625. 4 into 0.0625. എത്രയായിട്ടും 0.25. 0.25. അതായത് പി ഓഫ് 1 കിട്ടി. നമുക്ക് പി ഓഫ് 0 അറിയാം. പി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് വൺ. അതായത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പി ഓഫ് 0. എന്താണ് എന്റെ പി ഓഫ് 0? 0. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഒന്നുകൂടെ കണ്ടുപിടിക്കാത്തത്. 0.0625. 0.0625 പ്ലസ് എന്താണ് പി ഓഫ് 1 എന്ന് പറയുന്നത് 0.25 ആണ്. ദാറ്റ് ഈസ് 0.25. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 0.25 പ്ലസ് 0.0625 എന്ന് പറയുന്നത് 0.3125. ഓക്കെ അല്ലേ? 0.3125. അപ്പോ നമുക്ക് ഒരു ഫാമിലിയിലെ 4 ചിൽഡ്രനെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഔട്ട് ഓഫ് 2000 ഫാമിലീസ്, ഒരു ഫാമിലിയുടെ കേസിലുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോ 2000 ഫാമിലിയിലുള്ള പ്രോബബിലിറ്റി അനുസരിച്ച് എന്തായിരിക്കും വരിക? വേറെ ഒന്നും ചെയ്യേണ്ട. ഇവിടെ കിട്ടിയ പ്രോബബിലിറ്റിയെ എന്ത് ചെയ്യുക? ഇവിടെ കിട്ടിയതുമായ പ്രോബബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക? 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോ ഔട്ട് ഓഫ് 2000 ഫാമിലീസ് 2000 ഫാമിലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് 2000 ഫാമിലീസ് നമുക്ക് എത്രയാ? 0.9375 into 2000 മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. 0.9375 into 2000. 1875. ആദ്യത്തെ കണ്ടീഷൻ അതെന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് എങ്കിലും വരുന്നത് എത്ര പേരാണ്? 2000 ഫാമിലി കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ബോയ് എങ്കിലും ഉള്ളത് എത്ര പേരാണ്? 1875 പേരാണ്. ഇനി ഇതേപോലെ തന്നെ അറ്റ്മോസ്റ്റ് 1 ബോയ് വരാൻ വേണ്ടിയും ഇതേപോലെ തന്നെ 0.3125 ഇൻറ്റു എന്താ 2000 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഔട്ട് ഓഫ് 2000 ഫാമിലീസ് 2000 ഫാമിലിയിൽ ഇൻറ്റു 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈക്വൽ ടു 625. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അത് സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്ത കണ്ടീഷൻ എന്തായിരുന്നു? ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി വെച്ചിട്ടാണ്. ഒരു ഫാമിലിയുടെ കൺസിഡറേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിന്റെ പ്രോബബിലിറ്റി മെഷർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 2000 ഫാമിലിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റിയെ 2000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. ആദ്യത്തെ കേസിൽ നമുക്ക് എത്ര കിട്ടുന്നത്? 1875. 2000 ഫാമിലിയിൽ 625. ഓക്കെ അല്ലേ? സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് എ പ്രോബബിലിറ്റി ദാറ്റ് എ സർട്ടൺ കമ്പ്യൂട്ടർ വിൽ മാൽ ഫംഗ്ഷൻ 0, 1, 2, 3, 4, 5, 6. ഓരോ ടൈമിലും കമ്പ്യൂട്ടർ എന്ത് ചെയ്യാണ്? മാൽ ഫംഗ്ഷൻ മീൻസ് എറർ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എറർ ഉണ്ടാക്കി തരികയാണ്. സോ ടൈംസ് ഓൺ എനി വൺ ഡേ, ഏതോ ഒരു സ്പെസിഫൈഡ് ദിവസത്തിൽ ഇത്രയും ടൈംസ് എന്തുണ്ടാവുന്നുണ്ട്? മാൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ആ സമയത്തുള്ള ഓരോ ടൈം ഇന്റർവെലിന്റെ പ്രോബബിലിറ്റീസും നമുക്ക് എന്താണ്? ഗിവൻ ആണ്, തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മാൽ ഫംഗ്ഷൻസ് 0, 1, 2, 3, 4 അപ് ടു 6 വരെ. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ആ ടൈമിലുള്ള കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ് 0.17, 0.29, 0.27, 0.16, 0.07, 0.03 ആൻഡ് 0.01. ഓക്കെ, ഇങ്ങനെ ഓരോ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ കാണണം,
വേരിയൻസ് കാണണം, അതേപോലെ തന്നെ എന്ത് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. ഇത്രയും കാര്യങ്ങൾ കാണണം. ആൾസോ എന്തുകൂടെ കാണണം, പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 അതിന്റെ ആൾസോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണണം. സോ അതില് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. എന്തൊക്കെയാണ്? മീൻ, വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. സോ ഇത് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന്റെ കറസ്പോണ്ടിങ് ഫോർമുലാസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ആദ്യം മീനിലേക്ക് പോവാം. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? മീൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് എക്സിനെയും എഫ് ഓഫ് എക്സും തമ്മിൽ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് എടുക്കുക. എക്സ് ഇതാണ്, അതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് എടുക്കുക. അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് സമ്മേഷൻ എടുക്കുക. ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, ദാറ്റ് 0 ഇൻറ്റു ദിസ് വൺ പ്ലസ് 1 ഇൻറ്റു ദിസ് വൺ 2 ഇൻറ്റു ദിസ് വൺ 3 ഇൻറ്റു ദിസ് വൺ. ഈ രീതിയിൽ എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ 0 ഇൻറ്റു ദിസ് വൺ നമുക്കറിയാം 0 ആയി മാറും. 0 ഇൻറ്റു എനി ക്വാണ്ടിറ്റി ബിക്കം 0. 1 ഇൻറ്റു 0.29 എന്താണ്? 0.29 പ്ലസ് 2 ഇൻറ്റു എന്താണ്? 0.27 പ്ലസ് 3 ഇൻറ്റു എന്താണ്? 0.16 പ്ലസ് 4 ഇൻറ്റു എന്താണ്? 0.07 പ്ലസ് 5 ഇൻറ്റു എന്താ പറയുക? 0.03. ഓക്കെ അല്ലേ? 0.03 പ്ലസ് 6 ഇൻറ്റു 0.01. ഓക്കെ അല്ലേ? ഇതെല്ലാം എന്ത് ചെയ്യുക? സം ചെയ്യുക. സം ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. ഇത് 0.29 പ്ലസ് 0.27 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 0.54 എന്ന് കിട്ടും. അതുപോലെ 3 ഇൻറ്റു 0.16 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 0.48. 0.48. 4 ഇൻറ്റു 0.07 എന്ന് പറയുന്നത് 0.28 പ്ലസ് 5 ഇൻറ്റു 0.03 എന്ന് പറയുന്നത് 0.15. 6 ഇൻറ്റു 0.01 എന്ന് പറയുന്നത് 0.06. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നോക്കാം. 0.29 പ്ലസ് എന്താ 0.54 പ്ലസ് 0.48 പ്ലസ് 0.28 പ്ലസ് 0.15 പ്ലസ് 0.06. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.8. ഇപ്പൊ ഇ ഓഫ് എക്സ് അത് തന്നെയാണ് എന്ത്? മീൻ. മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു നമ്മൾ. മീൻ കണ്ടുപിടിച്ചു 1.8. അടുത്ത് എന്താ കാണേണ്ടത്? ഇ ഓഫ് എക്സ് സ്ക്വയർ. കാരണം എന്ത് വേണം? എനിക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ ഇ ഓഫ് എക്സ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. നോക്കാം. നമുക്ക് എന്താ വേണ്ടത്? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിന്റെ കറസ്പോണ്ടിങ് സ്ക്വയർ എടുക്കുക. അതിന് എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 ഇൻറ്റു 0 സ്ക്വയർ എന്താണ്? 0 തന്നെ. 0 ഇൻറ്റു സംതിങ് 0 തന്നെയായി മാറും. 0. 1 ഇൻറ്റു 0.29 0.29 തന്നെയാണ്. അപ്പോൾ 0.29 പ്ലസ് അടുത്തെന്താ പറയുന്നത്? 2 ഇൻറ്റു, അതായത് എക്സ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പൊ 2ന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ ഇൻറ്റു ദിസ് വൺ, അതായത് 4 ഇൻറ്റു 0.27 പ്ലസ് 9 ഇൻറ്റു, കാരണം 3യുടെ സ്ക്വയർ ആണ്, 9 ഇൻറ്റു 0.16 പ്ലസ് 16 ഇൻറ്റു 0.07 പ്ലസ് 25 ഇൻറ്റു 0.03 പ്ലസ് 36 ഇൻറ്റു 0.01. ഓക്കെ അല്ലേ? മൾട്ടിപ്ലൈ നോക്കുക. എത്ര കിട്ടും? 0.29 പ്ലസ് 27 ഇൻറ്റു 4. 27 ഇൻറ്റു 4 എന്ന് പറയുന്നത് 108 ആണ്. 108 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1.08 ആണ്. 16 ഇൻറ്റു 9. 16 ഇൻറ്റു 9 എന്ന് പറയുന്നത് 144. 16 ഇൻറ്റു 9 എന്ന് പറയുന്നത് 144 ആണ്. അതായത് 1.44 പ്ലസ് 16 ഇൻറ്റു 0.07. 16 ഇൻറ്റു 7 എന്ന് പറയുന്നത് 112. അതായത് 1.12. ഓക്കെ. 25 ഇൻറ്റു 0.03. 25 ഇൻറ്റു 3 എന്ന് പറയുന്നത് 0.75 ആണ്. സോ 0.75. 36 ഇൻറ്റു 0.1 എന്ന് പറയുന്നത് 0.36. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നോക്കാം. 0.29 പ്ലസ്
1.08 plus 1.44 plus 1.12 plus 0.75 plus 0.36 5.04. അപ്പോൾ ഇ ഓഫ് എക്സ് ആയി, ഇ ഓഫ് എക്സ് സ്ക്വയർ ആയി. ഇനി എനിക്ക് എന്താ വേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കാണാൻ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതായത് ഇ ഓഫ് എക്സ് സ്ക്വയർ, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ വാല്യൂ? ദിസ് വൺ ഇപ്പൊ കണ്ടുപിടിച്ചു, 5.04. അതായത് 5.04 മൈനസ് ഇ ഓഫ് എക്സ്, ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1.8. 1.8ന്റെ സ്ക്വയർ നോക്കാം. 5.04 മൈനസ് 1.8, 1.8ന്റെ സ്ക്വയർ. ആൻസർ 5.04 മൈനസ് 1.8ന്റെ സ്ക്വയർ. അതെന്ത് കിട്ടും? ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും 1.8 എന്ന് കിട്ടും. സോ ഇതാണ് എന്ത്? വേരിയൻസ്. വേരിയൻസ് മാത്രം കണ്ടുപിടിക്കാൻ മതിയോ? ഇല്ല. ഇനി ഒരു കാര്യം കൂടെ, മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു, അത് കണ്ടുപിടിച്ചു. വേരിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഓക്കെ, അതും കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്താ വേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? ഫോർമുല എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് എസ് ഡി അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1.8. നോക്കാം, റൂട്ട് ഓഫ് 1.8 അതായത് 1.34. നമുക്ക് എന്തൊക്കെയായി? മീനായി, മീൻ കണ്ടുപിടിച്ചു. ഇതാണ് മീൻ എന്ന് പറയുന്നത്, ദിസ് വൺ മീൻ. അതുപോലെ ഇവിടെ കണ്ടുപിടിച്ചത് എന്താണ്? വേരിയൻസ്. വേരിയൻസ് ഇപ്പൊ കിട്ടിയത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, നമ്മളത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് പറയുന്നത് എന്താണ്? പി ഓഫ് 0 to 5. പ്രോബബിലിറ്റി ഏത് തൊട്ട് ഏത് വരെ? 0 മുതൽ 5 വരെ ഉള്ളത്. പക്ഷെ ഇവിടെ 0യും 5ഉം ഇൻക്ലൂഡഡ് ആണോ? അല്ല. 0 മുതൽ 5 വരെയുള്ള 0ക്കും 5നും ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ആണ് വേണ്ടത്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമുക്ക് പറയുന്നില്ല. സോ ലെസ് ദാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ 0ക്കും 5നും ഇടയിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? 1, 2, 3, 4 അത്രയല്ലേ ഉള്ളൂ 0ക്കും 5നും ഇടയിൽ. അതായത് പി ഓഫ് എന്താ വേണ്ട? പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 which is equal to P of 1 plus P of 2 plus P of 3 plus P of 4 is equal to എന്താ? P of 1 എന്ന് പറയുന്നത് 0.29, 0.27 ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 0.29, 0.29, 0.27 പിന്നെ P of 3 എന്ന് പറയുന്നത് 0.16, 0.07, 0.16, 0.07 അതായത് 0.29, 0.27, 0.16, 0.07, 0.79 എന്ന് കിട്ടും. 0.79. ഓക്കെ അല്ലേ? ഓക്കെ. നോ അടുത്ത കണ്ടീഷൻ പറയുന്നത് എന്താ കാര്യമാണ്? പി ഓഫ്, അപ്പൊ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറയുന്നത്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. എക്സിന്റെ വാല്യൂ 4-നേക്കാളും ഗ്രേറ്റർ വരുന്ന കേസ്. 4-നേക്കാളും ഗ്രേറ്റർ വരുന്നത് ഏത് രണ്ട് കേസാണ്? 5ഉം 6ഉം. അത്രയല്ലേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നില്ല. ഗ്രേറ്റർ ദാൻ 4 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ 4-നേക്കാളും ഗ്രേറ്റർ വരുന്ന കേസസ് മാത്രം കൺസിഡർ ചെയ്യുക. ഏതൊക്കെയാണ്? 5ഉം 6ഉം. അപ്പോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുന്നത് പി ഓഫ് 5 പ്ലസ് പി ഓഫ് 6. എന്തൊക്കെയാണ് പി ഓഫ് 5ഉം പി ഓഫ് 6ഉം? പി ഓഫ് 5 0.03, അതുപോലെ പി ഓഫ് 6 0.01. സെയിം രീതിയിൽ ആഡ് ചെയ്താൽ മതി. 0.03 പ്ലസ് 0.01. ആൻസർ ബിക്കംസ് 0.04. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റഡ് ഫോമിൽ മനസ്സിലാക്കുക. ആ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റയിൽ നിന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ?
സോ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടി വന്നത്. നമുക്ക് കണ്ടാൽ അറിയാം കാൽക്കുലേറ്ററിൽ വേണ്ടുന്ന കാൽക്കുലേഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. വേറെ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ബേസിക് ആയിട്ടുള്ള ഫോർമുല അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറ്റ് ഈസ് നോൺ ദാറ്റ് 5% ഓഫ് ബുക്സ് ബൗണ്ട് ഇൻ എ 5% ഓഫ് ദ ബുക്സ് ബൗണ്ട് ഇൻ എ സർട്ടൻ ബൈൻഡറി ഹാവ് ഡിഫക്റ്റീവ് ബൈൻഡിങ്സ്. ഓക്കെ, അതായത് കുറെ ബുക്ക് ബൈൻഡ് ചെയ്യാൻ ഞാൻ എടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പ്രസ്സിൽ കൊടുത്തു. അതിൽ ഞാൻ കൊടുത്ത ബുക്കിൽ 5% എത്രയാണോ കൊടുത്തത് എന്നതിനെ കുറിച്ച് പറയുന്നില്ല, 5% ഓഫ് ബുക്ക് എന്താണ് ഡിഫക്റ്റീവ് ആയിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. 5% ഓഫ് ബുക്സ് ഡിഫക്റ്റീവ് ആയിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 2, വളരെ ഇമ്പോർട്ടന്റ്, അറ്റ്മോസ്റ്റ് 2 ഓഫ് 100 book bound by this bindery will have a defective binding using Poisson distribution. ഓക്കെ, അപ്പോ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 2, മാക്സിമം 2 ബുക്കെങ്കിലും നമുക്ക് എന്തായിട്ട് കിട്ടണം, പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നാ പറഞ്ഞത്. അറ്റ്മോസ്റ്റ് 2 ഓഫ് ദ ബുക്ക് ഈസ് ബൈൻഡറി വിൽ ഹാവ് എ ഡിഫക്റ്റീവ്, അറ്റ്മോസ്റ്റ് 2 എണ്ണം ഡിഫക്റ്റീവ് ആയിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്നാണ്. പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള അല്ല, ഡിഫക്റ്റീവ് ആയിട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഫുൾ ആ സ്റ്റേറ്റ്മെന്റ് മൊത്തവും പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചാണ്. ബൈൻഡ് ചെയ്തിട്ട് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഡിഫക്റ്റീവ് ബൈൻഡിങ് യൂസിങ്, അതിൽ കൂടുതൽ പറയുന്നുണ്ട് എന്താണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് 5% of book, it is known that 5% of book have a certain defective bindings. It is known that, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് അതിന്റെ വേർഡിന്റെ മീനിങ്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് എന്ന് പറഞ്ഞ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 5% ഓഫ് ബുക്സ് എന്താണ്? ഡിഫക്റ്റീവ് ആണ്. ഓക്കെ, 5% ഓഫ് ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യുന്ന പ്രോബിലിറ്റി എന്താണ്? P is equal to 5 divided by 100. P is equal to 5 divided by 100. Okay. Find the probability that at most 2 of 100 book. അപ്പൊ നമ്മൾ എത്ര ബുക്കിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? N equal to 100. N 100. ഓക്കെ, N 100 ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് വേണ്ടത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം എന്താണ്? P of x is equal to e raised to minus lambda raised to x divided by x factorial. ഇതാണ് എന്റെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്രഷൻ. അപ്പൊ ഇതിനകത്ത് എനിക്ക് എന്ത് വേണം? ലാംഡയുടെ വാല്യൂ വേണം. ലാംഡ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? N into P എന്നായിരുന്നു ലാംഡ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ നമുക്കറിയാം N എത്രയാണ്? 100 ആണ്. P എത്രയാണ്? 5 divided by 100 ആണ്. സോ ആൻസർ ലാംഡയ്ക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ 100 കട്ടായി പോയി, 5 എന്ന് കിട്ടും. അപ്പോ നമ്മൾ P of x ന്റെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P of x is equal to എങ്ങനെയാ? ലാംഡയുടെ സ്ഥാനത്ത് ലാംഡയുടെ വാല്യൂ e raised to minus 5 into 5 raised to x divided by x factorial. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ എക്സ്പ്രഷൻ ആയി കഴിഞ്ഞു. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അറ്റ്മോസ്റ്റ് 2 എന്ന് വെച്ചാൽ എന്താ? മാക്സിമം 2ൽ കൂടുതൽ ആകരുത്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. അത് നമ്മൾ ഓർക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആണ്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം. അപ്പൊ മാക്സിമം 2 ബുക്കേ ഡിഫക്റ്റീവ് ആകാൻ പാടുള്ളൂ. അങ്ങനെ വേണ്ടി വരുന്ന പ്രോബിലിറ്റി എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ്മോസ്റ്റ്, ആ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഈ പ്രോബിലിറ്റി കൺസെപ്റ്റില്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം. അപ്പോ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? P of x less than or equal to 2. P of x less than or equal to 2. എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരിക? ഒന്നുകിൽ P of 0, അല്ലെങ്കിൽ P of 1, അല്ലെങ്കിൽ P of 2. ഇത്രേ വരികയുള്ളൂ. അപ്പൊ ഇത് ഓരോന്നും കണ്ടുപിടിക്കുക. ഏതാ? P of 0, P of 1, അറ്റ്മോസ്റ്റ് 2 ആണ് പറയുന്നത്. അറ്റ്മോസ്റ്റ് 2 എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? P of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 2 വരെ പോകാം, കുഴപ്പമില്ല. 2ൽ കുറയാം, 2ൽ കൂടരുത്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ വേർഡിന്റെ മീനിങ് അങ്ങനെയാണ്. 2ൽ കൂടരുത്. 2ൽ കുറഞ്ഞ് എത്രയായിരുന്നോട്ടെ കുഴപ്പമില്ല, പക്ഷെ 2ൽ കൂടാൻ പാടില്ല.
ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടി. അപ്പോ പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 ഇത് ഓരോന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അത് ആദ്യം നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ പി ഓഫ് എക്സ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്ത് കാണുന്നു, പി ഓഫ് 0 കാണുന്നു. പി ഓഫ് 0 കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ പോരെ. എക്സ് എവിടെ ഉണ്ട്, അവിടെ എല്ലാം 0 കൊടുത്താൽ പോരെ. ദാറ്റ് ഈസ് e raised to -5 into 5 raised to 0. 5 raised to x ആണ്. സോ 5 raised to 0 divided by 0 ഫാക്ടോറിയൽ. 5 raised to 0 1 ആണ്. ഏത് നമ്പർ raised to 0യും 1 ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്ത് മാത്രം മതി, e raised to -5. e raised to -5. e raised to -5ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.00673. 0.00673. ഓക്കെ അല്ലേ? അപ്പൊ പി ഓഫ് 0 ആയി. ഇനി അടുത്ത് എന്ത് കാണണം, പി ഓഫ് 1 കാണുക. പി ഓഫ് 1 കാണാനായിട്ട് എന്താ, എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ പോരെ. എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, e raised to -5 into 5 raised to 1 divided by 1 factorial ഈക്വൽ ടു എത്ര കണ്ടുപിടിക്കാന്ന് നോക്കാം. e raised to -5ന്റെ വാല്യൂ ഇൻറ്റു 1 ഫാക്ടോറിയൽ നമുക്കറിയാം 1 ആണ്. അപ്പോ e raised to -5 ഇൻറ്റു 5 raised to 1 എന്താണ്, 5 ആണ്. അപ്പൊ 0.033. ഓക്കെ അല്ലേ? പി ഓഫ് 0 ആയി, പി ഓഫ് 1 ആയി. ഇനി അടുത്ത് എന്ത് കാണുക, പി ഓഫ് 2 കാണുക. അതും എന്താ, e raised to -5 into 5 raised to 2 divided by 2 factorial. 2 factorial അറിയാം, നമുക്ക് 2 ആണെന്ന് അറിയാം. അപ്പോ e raised to -5 into എത്രയാ, 5 സ്ക്വയർ. 5 സ്ക്വയർ നമുക്കറിയാം എത്രയാ, 25 ഡിവൈഡഡ് ബൈ എത്രയാ വരുന്നത്, 2 ഫാക്ടോറിയൽ എത്രയാ, 2. 0.0842. 0.0842. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എഴുതാം. പി ഓഫ് 0 പ്ലസ് പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ്. ഓക്കെ അല്ലേ? അപ്പോ പി ഓഫ് 0 എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 0.00673. 0.00673 പ്ലസ് പി ഓഫ് 1 എന്ന് പറയുന്നത് 0.033. അടുത്തത് 0.0842. 0.0842. 0.0842 പ്ലസ് 0.033 പ്ലസ് 0.00673. 0.1239. 0.1239. That is P of എന്താ, x less than or equal to. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. നമുക്കറിയാം പ്രോബബിലിറ്റി പറയുന്നുണ്ട് 5% ഓഫ് ബുക്ക് എന്താണ്, ഡിഫക്റ്റീവ് ആണ്. സോ 5% എന്ന് വെച്ചാൽ 5 ഡിവൈഡഡ് ബൈ 100. നമുക്കറിയാം n എത്രയുടെ കൺസിഡർ ചെയ്യാനാ പറഞ്ഞത്, അറ്റ്മോസ്റ്റ് 2 ഓഫ് 100 ബുക്ക്. 100 ബുക്കിൽ നിന്ന് ഉള്ളത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ n എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, 100 ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ അതേ അത്രയാണ്. അപ്പോൾ n ഇൻറ്റു പി ആണ് നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത്. ലാംഡ നമുക്ക് കിട്ടും എത്രയാണ്, 5 എന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, പി ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ എഴുതുക. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പി ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് e raised to -λ raised to x divided by x factorial. അതിൽ ലാംഡയുടെ വാല്യൂ എനിക്കറിയാം, അതിന്റെ പ്ലേസിൽ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് പോവുക. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 2, മാക്സിമം 2 ഡിഫക്റ്റീവേ വരാൻ പാടുള്ളൂ. അതിൽ കുറച്ച് എത്ര വേണം വരാം, കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകരുത്. അതാണ് അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞ മീനിങ്. അപ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന കണ്ടീഷനാണ് അറ്റ്മോസ്റ്റ് 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിൻ്റെതായ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടി വന്നു. പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 അത് ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിച്ചു, ആഡ് ചെയ്തു, പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. The joint PDF x and y is given by. Joint PDF ആണെന്ന് പറയുന്നുണ്ട്, x and y.
ഈസ് ഗിവൻ ബൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്ലസ് 2y വേർ എക്സ് ഈക്വൽ ടു 1 2 3 y ആൾസോ ഈക്വൽ ടു 1 2 3. ഫൈൻഡ് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്? കെ കണ്ടുപിടിക്കണം, മാർജിനൽ പി ഡി എഫ് കണ്ടുപിടിക്കണം, മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ടേമും കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ലെസ് ദാൻ 3 ഓൾസോ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇത് നമുക്കറിയാം 2 വേരിയബിൾ ആണ്, 2 വേരിയബിൾ ആണ്. അപ്പൊ 2 വേരിയബിൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? നമ്മളൊരു റോ ആൻഡ് കോളം സ്ട്രക്ചർ ആക്കി മാറ്റിയിട്ട് അതിൽ നമ്മൾ അതിൻ്റെതായ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ആ ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അതിന് ചെയ്യാൻ വേണ്ടി this one x, this one y. എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. 1 2 3 1 2 3. y ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 2 3. ഓക്കെ അല്ലേ? ഇനി എക്സ്പ്രഷൻ പറയുന്നുണ്ടോ? k ഇൻറ്റു എക്സ് പ്ലസ് 2y അല്ലെ? k ഇൻറ്റു എക്സ് പ്ലസ് 2y. അപ്പോ എക്സ് ചേഞ്ചസ് ഫ്രം 1 2 3, y ചേഞ്ചസ് ഫ്രം 1 2 3. ആദ്യം ചെയ്യേണ്ടത് എക്സിന് എക്സ് 1 y 1, അത് രണ്ടും 1 ആവുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? 1 y 1. അപ്പോ 1 പ്ലസ് ഇതെന്താണ്? 2 ആണ്. അപ്പൊ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3k. k ഇവിടെ ആൾറെഡി ഉണ്ട്. അപ്പോ 3k. അടുത്ത് എക്സ് 1 y 2, എക്സ് 1 y 2. അപ്പൊ 2 into 2 4, 4 plus 1 5. അപ്പൊ 5k. അടുത്ത് എന്താ പറയുന്നത്? അടുത്ത് പറയുന്നത് എക്സ് 1 y 3, എക്സ് 1 y 3. അപ്പോ 2 into 3 6, 6 plus 1 7, 7k. ഓക്കെ അല്ലേ? അടുത്ത് എക്സ് 2 y 1, എക്സ് 2 y 1. അപ്പൊ 2 plus 2 അത് 4 ആണ്. സോ 4k. അടുത്ത് എന്താ പറയുന്നത്? എക്സ് ഇൻറ്റു y ഇൻറ്റു, ഇവിടെ 2, ഇത് എത്രയാണ്? 4. അപ്പോ 4 plus 2 6k. അടുത്ത് എക്സ് 2 y 3, എക്സ് 2 y 3. 2 into 3 6, 6 plus 2 എന്ന് പറയുന്നത് 8, 8k. അടുത്ത് എക്സ് 3 y 1, എക്സ് 3 y 1. 3 plus 2 അത് എത്രയാണ്? 5k. അടുത്ത് എക്സ് 3 y 2, എക്സ് 3 y 2. 2 into 2 4, 4 plus 3 7, 7k. അടുത്തെന്താ? എക്സും 3 y 3, എക്സ് 3 y 3. അപ്പൊ 2 into 3 6, 2 into 3 6, 6 plus 3 എന്ന് പറയുന്നത് എത്രയാ? 9. സോ 9k. അപ്പോ ഈ രീതിയിൽ കിട്ടും. ഇനി എനിക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കാം. ആദ്യം എന്താ പറയുന്നത്? k കണ്ടുപിടിക്കുക. എങ്ങനെയാണ് k കണ്ടുപിടിക്കുക? k നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ആണെങ്കിലും വെർട്ടിക്കൽ ആണെങ്കിലും നമുക്ക് ഏത് രീതിയിലാണെങ്കിലും k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിത് ആദ്യം എന്ത് ചെയ്യുക? ഹൊറിസോണ്ടലി ആഡ് ചെയ്യുക. 3k 5k 7k. 3ഉം 5ഉം എത്രയാണ്? 8. 8 7 8ഉം 7ഉം 15. ദാറ്റ് ഈസ് 15k. അടുത്ത 4 6 8. 4ഉം 6ഉം 10. 10ഉം 8ഉം 18k. അടുത്ത എന്താ പറയുന്നത്? 5 7. 5ഉം 7ഉം 12. 12ഉം 9ഉം 21k. ഓക്കെ. അതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? ഹൊറിസോണ്ടലി നമ്മൾ ആഡ് ചെയ്തു. ഇതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? വെർട്ടിക്കലിയും ആഡ് ചെയ്യുക. സോ വെർട്ടിക്കലി ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നതെന്ന് നോക്കാം. 3k 4k 5k. 3ഉം 4ഉം 7. 7ഉം 5ഉം 12k. അടുത്തെന്താ പറയുന്നത്? 5ഉം 6ഉം. 5ഉം 6ഉം എത്രയാ? 11. 11ഉം 7ഉം 18k. അടുത്തെന്താ പറയുന്നത്? 8ഉം 7ഉം 15. 15ഉം 9ഉം 24k. 24k. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. നമുക്ക് നോക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് സം ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ വൈസ് സം ചെയ്തിട്ടുള്ള കമ്പോണൻസ് എഴുതിയിരിക്കുകയാണ്. വെർട്ടിക്കൽ വൈസ് സം ചെയ്തിട്ടുള്ള കമ്പോണന്റ് എഴുതിയിരിക്കുകയാണ്. ഇനി ഈ കിട്ടിയ റിസൾട്ടിനെ മീൻസ് നമ്മൾ കംപ്ലീറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ 15ഉം 18ഉം 33. 33ഉം 21ഉം എന്ന് പറയുന്നത് 33ഉം 21ഉം 54. 33ഉം 21ഉം എന്ന് പറയുന്നത് 54k ആണ്. ഇതുവഴി നമ്മൾ നോക്കിയാലോ? 12ഉം 18ഉം 30. 30ഉം 24ഉം 54. അപ്പോൾ ഹൊറിസോണ്ടൽ വൈസ് ഉള്ള സമ്മേഷൻ എടുത്തു കഴിഞ്ഞാലും വെർട്ടിക്കൽ വൈസ് ഉള്ള സമ്മേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഇത് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നോക്കിയാലും സമ്മേഷൻ എന്ന് പറയുന്നത് എന്താണ്? 54 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ്
54K ഓവറോൾ പ്രോബബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/54 അല്ലെ? 1/54 എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് എന്ത് കിട്ടി? കെയുടെ വാല്യൂ കിട്ടി. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാർജിനൽ PDF ഓഫ് എക്സ് ആൻഡ് വൈ. മാർജിനൽ PDF എന്ന് പറയുന്നത് എന്താണ്? FX ഓഫ് എക്സും FOE ഓഫ് വൈയും. അപ്പോ FOE അപ്പോ ഈ ഹൊറിസോണ്ടൽ വൈസ് ആഡ് ചെയ്തിട്ടുള്ള കമ്പോണന്റിനെയാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്? FX ഓഫ് എക്സ് എന്ന രീതിയിൽ എടുക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ വെർട്ടിക്കൽ വൈസ് ആഡ് ചെയ്തിട്ടുള്ള കമ്പോണന്റിനെയാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്? FOE ഓഫ് വൈ എന്ന രീതിയിൽ എടുക്കുന്നത്. FX ഓഫ് എക്സും FOE ഓഫ് വൈയും. ഓക്കെ, അപ്പോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ FX ഓഫ് എക്സ് ഓരോ സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂസ്, അതായത് 15K, 18K, 21K, ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയിരുന്നാലും മതി. നമുക്ക് നോക്കാം, ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 1, 2, 3 ആണ് അല്ലേ? അപ്പോ എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് FX ഓഫ് എക്സ്, അതാണ് മാർജിനൽ PDF എന്ന് പറയുന്നത്. FX ഓഫ് എക്സ് 1, 2, 3 FX ഓഫ് എക്സ്. അപ്പോ എക്സ് 1 ആവുന്ന സമയത്ത് എത്രയാണ്? 15K ആണ് അല്ലെ? 15Kയില് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 15 ഡിവൈഡഡ് ബൈ 54 എന്ന് വരും. 15 ഇൻറ്റു 1/54 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 54 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5/18 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 18. അടുത്ത രണ്ടാമത്തെ കേസ് വരുമ്പോഴോ 18K ആണ്. സോ 18/54 1/3. അടുത്ത മൂന്നാമത്തെ കേസ് വരുമ്പോഴോ 3 വരുമ്പോൾ 21 ആണ്. സോ 21 ഡിവൈഡഡ് ബൈ 54, 21 ഡിവൈഡഡ് ബൈ 54 7/18. ഓക്കെ, മാർജിനൽ PDF ഓഫ് എക്സ്. അപ്പോ അത് കഴിഞ്ഞു. ഇനി മാർജിനൽ PDF ഓഫ് വൈ, അതായത് ഇതും ഇതേപോലെ തന്നെ വൈ കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ഇടുക? FOE ഓഫ് 1, 2, 3. അതിൽ y 1 ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? 12K, അതായത് 12 ഡിവൈഡഡ് ബൈ 54 2/9. അടുത്ത എന്താ പറയുന്നത്? 2 വരുന്ന സമയത്ത് 18K ആണ്. 18 ഡിവൈഡഡ് ബൈ 54 1/3. 3 വരുന്ന സമയത്തോ 24K ആണ്. 24 ഡിവൈഡഡ് ബൈ 54 4/9. അപ്പോ ആദ്യത്തേത് FX ഓഫ് എക്സും മറ്റേത് FOE ഓഫ് വൈയും. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? മാർജിനൽ PDF ഓഫ് എക്സ് ആൻഡ് വൈ. മാർജിനൽ PDF ഓഫ് എക്സ് FX ഓഫ് എക്സും, മാർജിനൽ PDF ഓഫ് വൈ എന്ന് പറഞ്ഞാൽ FOE ഓഫ് വൈയും ആണ്. ഓക്കെ, അപ്പൊ അത് അത്രയും കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ വേണ്ടത്? മൂന്നാമത്തെ പാർട്ടിൽ എന്താ പറയുന്നത്? P of x less than 3 also y greater than or equal to 2. x less than 3 എന്ന് പറയുമ്പോ ഈ റോയും കറക്റ്റ് അല്ലേ? ലെസ് താൻ 3 എന്ന് പറഞ്ഞാൽ 3യെക്കാളും ചെറുത് എന്ന് പറയുന്നത്. 3 ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല, 3 ഉൾപ്പെടുന്നില്ല. അപ്പോ ഏതൊക്കെയാണ്? ഇത് രണ്ടും ആണല്ലോ. അടുത്ത് പറയുന്നത് എന്താ? y greater than or equal to 2. y greater than or equal to 2. yയുടെ വാല്യൂ 2 എന്ന് പറയുന്നത് ഇതാണ്, 3 എന്ന് പറയുന്നതാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? ഇത്രയും ഏരിയ വരും. രണ്ടിന്റെയും കോമൺ സ്പേസ് എന്ന് പറയുന്നത് ഇത്രയും ഏരിയ ആയിട്ട് വരും. കറക്റ്റ് അല്ലേ? എക്സ് ലെസ് താൻ 3 എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് റോയും. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെക്കാളും ഗ്രേറ്റർ, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു സ്പേസ് എത്രയാണ്? ഇത്രയുമാണ്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അതായത് P ഓഫ് എക്സ് ലെസ് ദാൻ 3, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദിസ് വൺ 5K 7K 5K പ്ലസ് 7K പ്ലസ് പിന്നെന്താ പറയുന്നത്? 5K plus 7K plus 6K plus 8K. 6K plus 8K.
എല്ലാം ആഡ് ചെയ്തിട്ട് കെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5 7 12, 12 6 18, 18 8 26 കെ, 26 കെ. അതായത് 26 ഡിവൈഡഡ് ബൈ 54, 13 ബൈ 20. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടി ഇരുന്നത്. ഓക്കെ, അപ്പോ ഇത് മാർജിനൽ PMF, മാർജിനൽ PDF, മാർജിനൽ PDF. മൂന്നാമത്തെ കേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മള് എന്താ പറയുക, റോയിങ് കോളമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് വേണ്ടുന്ന റീജിയൻ അനുസരിച്ചുള്ള സ്പേസിലുള്ള വാല്യൂസ് മാത്രം കളക്ട് ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ആ രീതിയിലാണ് നമുക്ക് കിട്ടിയത് 13 ഡിവൈഡഡ് ബൈ 27. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ, നല്ല രീതിയിൽ ചെയ്യാവുന്നതല്ലേ? നമുക്ക് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നീട് നമ്മൾ എന്ത് കാണുക, കെയുടെ വാല്യൂ കാണുക. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഹൊറിസോണ്ടൽ വൈസ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വെർട്ടിക്കൽ വൈസ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് വന്നാലും 54CK എന്നാണ് കിട്ടുന്നത്, ഇവിടെ വന്നാലും 54K എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അതെല്ലാം ഇപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടേബിളിനകത്ത് എഴുതിയ വാല്യൂല് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The probability mass function of a random variable x is given below. Probability mass function of a random variable x is given below. നമുക്കറിയാൻ തന്നിട്ടുണ്ട്. Determine the value of c കണ്ടുപിടിക്കണം. അതിന്റെ എന്താ വേണ്ടത്, p of x greater than or equal to 1. അപ്പോ ഇവിടെ c അല്ല, c സ്ക്വയർ ആണ്. x greater than or equal to 1 also e of x. എല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് ഡയറക്റ്റ് വാല്യൂ ആണ്, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം c കണ്ടുപിടിക്കാം. c കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, പ്രോബിലിറ്റീസിന്റെ എല്ലാത്തിന്റെയും സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എത്രയായിരിക്കും, ആൾ പ്രോബിലിറ്റീസിന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സിന്റെ എല്ലാത്തിന്റെയും സമ്മേഷൻ എടുത്താൽ c സ്ക്വയർ 2c സ്ക്വയർ 2 1 3 3 1 4 4 3 7, ദാറ്റ് ഈസ് 7c സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 1. c സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 1/7. ഓക്കെ അല്ലേ? c സ്ക്വയർ എന്ന് പറയുന്നത് 1/7. അങ്ങനെയാണെങ്കിൽ c എന്ന് പറയുന്നത് എത്ര കിട്ടും, 1/√7. ഓക്കെ അല്ലേ? അപ്പോ സിയുടെ വാല്യൂ കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്, p of x greater than or equal to 1. greater than or equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഒന്നും ഒന്നിനേക്കാൾ കൂടുതലും, അതാണല്ലോ വേണ്ടത്. p of x greater than or equal to 1 എന്ന് പറയുന്നത് ഒന്നും ഒന്നിനേക്കാൾ കൂടുതലും, 1 2 3. അതായത് p of 1 പ്ലസ് p of 2 പ്ലസ് p of 3 കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക, p of 1 എന്ന് പറയുന്നത് 2c സ്ക്വയർ c സ്ക്വയർ 3c സ്ക്വയർ 2 1 3 3 3 6 6c സ്ക്വയർ ഈക്വൽ ടു c സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. c സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്, 1/7 ആണ്. സോ 6 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അത് കിട്ടി. ഇനി അടുത്ത് എന്താ വേണ്ടത്, ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീനാണ് വേണ്ടത്. മീൻ കിട്ടാനായിട്ട് നമുക്കറിയാം ഇ ഓഫ് എക്സിന്റെ ഫോമുല എന്താണ്, ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഇത് ഇൻറ്റു ഇത് അറിയാം 0 ആണ്. 1 ഇൻറ്റു 2c സ്ക്വയർ 2c സ്ക്വയർ തന്നെ 2c സ്ക്വയർ, ഇവിടെയും 2 ഇൻറ്റു c സ്ക്വയർ 2c സ്ക്വയർ. അപ്പോ 1 ഇൻറ്റു എന്താ പറയുക, 1 ഇൻറ്റു 2c സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു c സ്ക്വയർ പ്ലസ് അടുത്ത എന്താ വരുന്നത്, 3 ഇൻറ്റു 3c സ്ക്വയർ 3 ഇൻറ്റു 3c സ്ക്വയർ. എത്ര വരിക, 2c സ്ക്വയർ 2c സ്ക്വയർ 3 3 9 c സ്ക്വയർ 2 2 4 4 9 13 c സ്ക്വയർ. അതായത് 13 ഡിവൈഡ് ബൈ 7, കാരണം c സ്ക്വയറിന്റെ വാല്യൂ 1/7 ആണ്. ഓക്കെ അല്ലേ? ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ്. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ്, ആണല്ലോ ആ ഒരു ഫോമുല അനുസരിച്ച്. പിന്നെ c സ്ക്വയറിന്റെ വാല്യൂ അതായത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The probability of an item produced by a certain machine will be defective is 0.05. 0.05. If the produced items are sent to a market in packets of 20, find the number of packets containing at least 2, exactly 3, at most 2 defective items in a consignment of 10,000 packets using Poisson distribution. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ഒരു പ്രോബിലിറ്റി, ദ പ്രോബിലിറ്റി ഓഫ് എൻ ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ എ സർട്ടൻ മെഷീൻ വിൽ ബി ഡിഫക്റ്റീവ്. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ ഡിഫക്റ്റീവ് ആകുന്ന ഐറ്റംസിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0.05 ആണ്. ഇഫ് ദ പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് ആർ സെന്റ് ഇൻ എ മാർക്കറ്റ് ഇൻ എ പാക്കറ്റ് ഓഫ് 20, അതായത് ഒരു പാക്കറ്റിൽ 20 ഇതുപോലത്തെ ഐറ്റം വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? 20 എണ്ണം വെച്ചിട്ടുണ്ട്. ഫൈൻഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 2. അതുപോലെ ആദ്യം എന്താ വേണ്ടത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആദ്യം എഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിൽ ആദ്യം എനിക്ക് എന്ത് വേണം? ലാംഡയുടെ വാല്യൂ വേണം. ലാംഡ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എൻ ഇൻറ്റു പി. അതായത് ലാംഡ ഈക്വൽ ടു എൻ. എൻ ഞാനിവിടെ എടുക്കുന്നത് ഏതാണ്? 1000 ആണോ 20 ആണോ? അത് നമ്മൾ നോക്കണം. എത്ര എണ്ണം? നമ്മൾ ഒരു പാക്കറ്റിന്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം. ഇനി അങ്ങനെയുള്ള എത്ര പാക്കറ്റ് ഉണ്ട്? 1000 പാക്കറ്റ് ചേർന്നതാണ് ഒരു കൺസൈൻമെന്റ്. അതായത് ഒരു ബൾക്കായിട്ടുള്ള ഒരു പാക്കറ്റിനകത്ത് അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടായിരിക്കും? 1000 പാക്കറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എത്രയാണ്? 20 ആണ്. ഒരു പാക്കറ്റിന്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ n 20 ആണ്. സോ 20 ഇൻറ്റു പി. പി എത്രയാണ്? 0.05. 0.05. അപ്പൊ പിയുടെ വാല്യൂ 0.05. അപ്പൊ നോക്കാം. 20 ഇൻറ്റു 0.05, അതായത് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ 1. ലാംഡയുടെ വാല്യൂ 1 ആണെങ്കിൽ അതായത് പൊസിഷനിൽ ലാംഡയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് ഇ റൈസ് ടു മൈനസ് 1 ഇൻറ്റു 1 റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ, ലാംഡ എക്സ് ഫാക്ടോറിയൽ. അതാണ് പി ഓഫ് എക്സ്. ഓക്കെ, നൗ ഇനി ഫൈൻഡ് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 2. രണ്ടെണ്ണമെങ്കിലും ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടെണ്ണമെങ്കിലും എന്ന് പറയുമ്പോൾ എന്താണ്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലെ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. രണ്ടെണ്ണമെങ്കിലും ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എത്ര തുടങ്ങാം? 2, 3, 4, 5, 6 എന്നും പറഞ്ഞുകൊണ്ട് എവിടെ വരെ നമുക്ക് പോകേണ്ടി വരും? 20 വരെ പോകേണ്ടി വരില്ലേ? കാരണം ഒരു പാക്കറ്റിനകത്ത് എത്ര എണ്ണം ഉണ്ട്? അല്ല, ഒരു കൺസൈൻമെന്റിനകത്ത് എത്ര ഇങ്ങനെ പാക്കറ്റ് വെച്ചിട്ടുണ്ട്? 20 എണ്ണം ഉണ്ട്. ഓക്കെ, ഐറ്റംസ് സെന്റ് ഇൻ എ മാർക്കറ്റ് ഇൻ എ പാക്കറ്റ്സ് ഓഫ് 20. 20 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? 2, 3, 4 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും? അത് 20യിൽ ചെന്ന് അവസാനിക്കും. അത്രയിലേക്ക് നമുക്ക് പോകണോ? അതിനേക്കാളും നമുക്ക് വേറൊരു മാർഗമല്ലേ? പി ഓഫ് 0 മുതൽ പി ഓഫ് 20 വരെയുള്ള എല്ലാ പ്രോബിലിറ്റീസിന്റെ സം എന്താണ്? 1 ആണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 മതിയല്ലോ. 1 മൈനസ് പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 അല്ലെ? പി ഓഫ് 0, പി ഓഫ് 1, പിന്നെ പി ഓഫ് 2 മുതലുള്ളത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് 1 മൈനസ് പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1. അപ്പൊ അത് എന്ത് കാണുക? പി ഓഫ് 0 കാണുക. പി ഓഫ് 0 കണ്ടുപിടിക്കാം. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. സോ ഇ റൈസ് ടു മൈനസ് 1 ഇൻറ്റു 1 റൈസ് ടു 0 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ. ഏത് നമ്പർ റൈസ് ടു 0 1 ആണ്? 0 ഫാക്ടോറിയലും 1 ആണ്. അപ്പൊ എന്ത് മാത്രം മതി? ഇ റൈസ് ടു മൈനസ് 1. ഇ റൈസ് ടു മൈനസ് 1. 0.3678. 0.3678. ഓക്കെ, പി ഓഫ് 0 ആയി. ഇനി അടുത്ത് എന്ത് കാണണം? പി ഓഫ് 1 കാണണം. ഇത് ഒന്നാമത്തെ കേസാണ്. ലീസ്റ്റ് 2 അല്ലെ? അപ്പൊ പി ഓഫ് 0 ആയി. ഇനി അടുത്ത് എന്ത് കാണണം? പി ഓഫ് 1 കാണണം. പി ഓഫ് 1 കാണാൻ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. 1 കൊടുക്കുമ്പോഴും
1 ആണ്. e⁻1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. ഇതും അതേ ആൻസർ തന്നെ കിട്ടും, കാരണം 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1 ഫാക്ടോറിയലും 1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 0.3678. അപ്പോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഈ വാല്യൂസ്, അതായത് 0.3678 പ്ലസ് 0.3678. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാം. 1 മൈനസ് 0.3678 പ്ലസ് 0.3678, അതായത് 0.2644. 0.2644. ഇത് ഏതിന്റെ കേസാ പറയുന്നത്? നമുക്ക് 20 മാർക്കറ്റ് ഓഫ് പാക്കറ്റ്സ് ഓഫ് 20. ഓക്കെ, അങ്ങനെയുള്ള 20 എണ്ണമുള്ള ഒരു പാക്കറ്റിന്റെ കേസാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എത്ര പാക്കറ്റ് ഉണ്ട്? അങ്ങനെയുള്ള 1000 പാക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഇപ്പൊ കിട്ടിയ പ്രോബബിലിറ്റിനെ 1000 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് പറയുന്നത് ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ എ കൺസൈൻമെന്റ് ഓഫ്. ഇത് ഓരോ കേസസും, ഇപ്പൊ ഫസ്റ്റ് കേസ് മാത്രമാണ് ഞാൻ എടുത്തത്. അതിനെ എന്ത് ചെയ്യുക? ആ പ്രോബബിലിറ്റിയെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റു 1000 ഇൻ എ കൺസൈൻമെന്റ് ഓഫ് 1000 പാക്കറ്റ്സ്. 1000 പാക്കറ്റ്സ് ആവുമ്പോ 0.2644 ഇൻറ്റു 1000, അതായത് 264 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കാരണം 1000 മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 3 ഡിജിറ്റ് മാറ്റിയിട്ടാ പോരെ. ഇൻറ്റു 0.4 വേണം. എത്ര എണ്ണം എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഹോൾ നമ്പർ ആയിട്ട് എഴുതിയത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കേസ് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത് നോക്കാം. എന്താണ് രണ്ടാമത്തെ കേസ് പറയുന്നത്? എക്സാക്ട്ലി 3. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. എക്സാക്ട്ലി 3. 3 ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബബിലിറ്റി വേറെ ഒന്നുമില്ല. പി ഓഫ് 3. ദാറ്റ്സ് ഓൾ. പി ഓഫ് 3. പി ഓഫ് എക്സ് ഈക്വൽ ടു 3 അല്ലെങ്കിൽ പി ഓഫ് 3. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 3 കൊടുത്താൽ പോരെ. പി ഓഫ് എക്സ് ഇതല്ലേ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ സാധനമല്ലേ? അതിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 3 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് e⁻1 ഇൻറ്റു 1⁻3 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 1 എത്ര വന്നാലും 1 ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോ e⁻1 ഇൻറ്റു 1 തന്നെയാണ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഇൻറ്റു 2 ഇൻറ്റു 1 6 അല്ലെ? ഡിവൈഡഡ് ബൈ 6. അതായത് നമുക്ക് കിട്ടുന്നത് 0.0613. അപ്പോ അവിടെയും എന്താണ്? ഇൻ എ കൺസൈൻമെന്റ് ഓഫ് 1000 പാക്കറ്റ്സ്. 1000 പാക്കറ്റ്സ് ആകുമ്പോ എന്താ ചെയ്യുക? ഇതിനെ 1000 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. 0.0613 ഇൻറ്റു 1000 എത്രയാ വരിക? 61 അല്ലെ? അപ്പോ രണ്ടാമത്തെ കേസും അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറയുന്നത്? മൂന്നാമത്തെ കേസ് പറയുന്നത് എന്താണ്? അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ്. എന്താണ് അറ്റ്മോസ്റ്റ് 2 ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്? മാക്സിമം 2 ഡിഫക്റ്റീവേ പാടുള്ളൂ. മാക്സിമം 2 ഡിഫക്റ്റീവേ പാടുള്ളൂ എന്ന് പറഞ്ഞ മീനിങ് എന്താ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. മാക്സിമം 2. 2ൽ കുറച്ച് എത്ര വേണമെങ്കിലും ആവാം. 2ൽ കൂടരുത്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം 2 ആണ്. അപ്പൊ 2ന് താഴെ എത്ര വേണമെങ്കിലും ആവാമല്ലോ, കുഴപ്പമില്ല. അപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് മൂന്നാമത്തെ കേസ്. അപ്പോ ഇതിനെന്താണ്? പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2. പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2. അപ്പൊ നമുക്ക് ഇത് ഓരോന്നിന്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. പി ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചോ? പി ഓഫ് 0, അതെ, പി ഓഫ് 0 കണ്ടുപിടിച്ചിട്ടുണ്ട് 0.3678. പി ഓഫ് 1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പി ഓഫ് 1 കണ്ടുപിടിച്ചിട്ട് ഉണ്ട്. അതെ, പി ഓഫ് 1 അത് തന്നെയാണ് വരിക. e⁻1 ഓക്കെ, പി ഓഫ് 1 അത് തന്നെയാണ്. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? പി ഓഫ് 2 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പി ഓഫ് 2 എന്ന് വെച്ചാൽ e⁻1 ഇൻറ്റു 1⁻2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അതായത് e⁻1
ഇൻറ്റു 1 സ്ക്വയർ 1 തന്നെയാണ് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ആണ് 0.18 0.1839 അതായത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ പി ഓഫ് സീറോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ? 0.3678 0.3678 പ്ലസ് പി ഓഫ് 1 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അത് തന്നെയാണ് 0.3678 പ്ലസ് അടുത്ത പി ഓഫ് 2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.1839 0.1839. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യുക 0.3678 പ്ലസ് 0.1839. ഓക്കെ അല്ലേ? അതായത് എത്രയാ വരിക? 0.9195. അപ്പോ രണ്ടോ അതിൽ കുറവോ വരാനുള്ള അറ്റ്മോസ്റ്റ് 2 അല്ലെങ്കിൽ രണ്ടോ അതിൽ കുറവോ വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 0.9195. അപ്പോ 1000 പാക്കറ്റ്സിന്റെ കേസ് ആണെങ്കിലോ 1000 പാക്കറ്റ്സിന്റെ കേസ് ആവുമ്പോഴോ ഇൻറ്റു 1000 ഈക്വൽ ടു 0.9195 ഇൻറ്റു 1000 എത്രയാ വരിക? 91. ഓക്കെ അല്ലേ? അപ്പോ ഈ രീതിയിലാണ് അതിന്റെ കേസസ് എല്ലാം അറ്റൻഡ് നമുക്ക് ചെയ്യേണ്ടത്. 3 കേസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതിന്റെ പ്രോബിലിറ്റി തന്നിട്ടുണ്ടായിരുന്നു, അത് എഴുതി ലാംഡ കണ്ടുപിടിക്കണം. ലാംഡ കണ്ടുപിടിക്കാനുള്ള ഐഡന്റിറ്റി നമുക്കറിയാം. ലാംഡ ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു പി ആണ്. അപ്പോ n എന്ന് പറയുന്നത് ഒരു പാക്കറ്റിൽ 20 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ n-ന്റെ വാല്യൂ എത്ര ആയിട്ട് എടുക്കുക? 20 ആയിട്ട് എടുക്കുക. സോ നമുക്ക് ലാംഡയുടെ വാല്യൂ 1 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ അതാത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അവിടെയാണ് ഇമ്പോർട്ടന്റ്. അറ്റ്ലീസ്റ്റ് 2, അറ്റ്മോസ്റ്റ് 2 ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം എങ്കിലും എന്ന് വെച്ചാൽ 2-ൽ കൂടുതലാവാം, കുഴപ്പമില്ല. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 വരെ, 2-ൽ കുറവേ പാടുള്ളൂ, 2-ൽ കൂടാൻ പാടില്ല. അതാണ് ഈ വേർഡിന്റെ മീനിങ്. ഓക്കെ. അതുപോലെ എക്സാക്ട്ലി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സാക്ട്ലി 3 അതായത് പി ഓഫ് 3. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിന്റെ കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തത്. എന്നിട്ട് ഇന്നേ കൺസൈൻമെന്റ് ഓഫ് 1000 പാക്കറ്റ്സ് ആണെന്ന് കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലായിടത്തും കിട്ടിയ പ്രോബിലിറ്റി വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആ രീതിയിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മോഡ്യൂളിന്റെ ഷോർട്ട് കുറച്ച് ക്വസ്റ്റ്യൻ സീരീസ് ആണ്. സോ ഇതിന്റെ ഫോർമുലാസ് മനസ്സിലാക്കുക. ഈ ഒരു ചാപ്റ്ററിലാണെങ്കിലും അതിന്റെ മീൻ, വേരിയൻസ്, എത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന്റെ ബേസിക് ഫോർമുലാസ് മനസ്സിലാക്കുക എന്നുള്ളതും അതിനെ ഏത് രീതിയിലാണ് അതിന്റെ ജസ്റ്റ് അതിന്റെ കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ തന്നെ നമുക്ക് ധാരാളമാണ്. സോ ആ ഫോർമുലാസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയാണ് ബേസിക്കലി ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി വരാൻ പോകുന്ന മോഡ്യൂൾസുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.